ഏത് ഭാഗത്താണ് ഇപ്പൊ ഇരിക്കുന്നത്? ഇപ്പൊ ഇരിക്കുന്നത് മിർഡിഫ് എന്ന് പറയും. മിർഡിഫ് സിറ്റിസണിന്റെ പുറകിലാ? റാഷിദിയക്ക് മുമ്പേ സിറ്റിസണിന്റെ പുറകിലാ? അൽവക്രയാ? അവിടുന്ന് പിന്നെ കവാനിജിക്ക് പോകുന്ന വഴിക്ക് ലാസ്റ്റ് മെട്രോയ്ക്ക് ശേഷം. ശരി ശരി, ഓക്കെ. ഞാനും അവിടെയാ. ആണോ? ഞാനും അവിടെ. ഞാന് എങ്ങോട്ട് പോണം? അല്ല, അവിടെ ദുബായിലാന്ന് അറിഞ്ഞത്. എയർപോർട്ട് റോഡില്ല, ഓഫീസ് എയർപോർട്ട് റോഡില്ല. ഫ്ലാറ്റ് നമ്പർ ഏതാ? അല്ലല്ല, അവിടെയെന്ന് വെച്ച് നിങ്ങളുടെ എവിടെ? ഇവിടത്തെയോ? B6 ഷാജി B6. ഞാന് സാബു B1 ഖത്തറാണ്. ഖത്തറിലാണ്. B1 ഫ്ലാറ്റ് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. ഉള്ള ഫ്ലാറ്റാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതിന്റെ ഒരു ഫെമിലിയർ എന്നുള്ളതിന്റെ ആ ഒരു ഹൈലൈറ്റ് ഒന്ന് സൂചിപ്പിച്ചാല് സുജിത്ത് പറയട്ടെ. സുജിത്തെ പറഞ്ഞോ. അല്ല സാറേ, അത് ഞങ്ങൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞതാണ്. കുപ്രസിദ്ധിയായിട്ട ഫ്ലാറ്റായിരുന്നു. അവിടെയായിരുന്നു പല കാര്യങ്ങളും നടന്നുകൊണ്ടത്. അവർ നിങ്ങളുടെ നിർഭാഗ്യവശാൽ നിങ്ങളത് ഒഴിപ്പിക്കല്ല, നിങ്ങൾ അങ്ങോട്ട് പൈസ കൊണ്ട് ഒഴിപ്പിക്കേണ്ട ഗതികേട് പോകുന്നുണ്ട്. ഒഴിഞ്ഞു കിട്ടി. അതെ, അതും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വാടകക്കാരൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒഴിഞ്ഞോട്ട് വലിയൊരു പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട വന്നു. അതിന്റെ കലകളൊക്കെ നമ്മൾ എല്ലാവരും സംസാരിച്ചല്ലോ. അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു, കൊടുത്തൊഴിപ്പിച്ചു. നമ്മുടെ ശോഭ എന്ന് പറഞ്ഞ മാഡം താമസിച്ച പണ്ട്. മാഡം ശോഭ. ബാക്കിയുള്ളവർ അടുത്താള് പറഞ്ഞോ. അറിയാൻ തന്നെ ആരൊക്കെയാണ്? 4 പേര് കൂടി ജോയിൻ ആയിട്ടുണ്ട്. അതെ, 19 20 എത്തും. 20. ഹായ്, ഞാൻ ശ്രീജിത്ത് A5. നമ്മുടെ അപ്പുറത്തെ. ഞാൻ ശോഭ റാവു A6. ശോഭനെ കാണാനില്ല. ആരും കാണുന്നില്ല. മൊബൈലിൽ ഒന്ന് കാണണ്ടേ? സൂര്യപ്പെടുക്കലും കാണാനല്ല. ഞാൻ ശ്രീകാന്ത് G2 ദുബായിൽ നിന്നാണ്. സൗണ്ട് കട്ടായെന്ന് തോന്നണേ. ഏത് ഫ്ലാറ്റ്? നിയർ ദുബായ് മെട്രോ എന്ന് പറയുമ്പോ നമ്മുടെ പാനൂർ റെസ്റ്റോറന്റ് ഒക്കെ ആ ഭാഗത്തായിട്ടല്ല. ഞാൻ മറ്റേ റോഡില്, ഷാർജ റോഡില്. അതെ, അതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരും. നമ്മുടെ പൈനാപ്പിൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ. ബിൽഡിംഗ് അതാ നമ്മുടെ ഇത് കഴിഞ്ഞ അതാ ദുബായ് ഗ്രാൻഡ് ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അതിന്റെ ബാക്ക്. അതാ പറഞ്ഞത്. ദുബായ് ഗ്രാൻഡ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ എമിറേറ്റ്സ് ബാങ്ക് അങ്ങനെ പോണ്ട, അതുവരെ പോണ്ട. അപ്പൊ നിങ്ങൾ അതിനകത്ത് തന്നെ. ഞാൻ എക്സാക്ട്ലി ആദാമിന്റെ ചായക്കടയുടെ ബാക്കിലാണ്. ഗുഡ്. ഞാൻ ലക്ഷ്മി D1. ഗുഡ്, ഗ്രേറ്റ്. ലക്ഷ്മി ചേച്ചി, വെൽക്കം. ഹലോ. അടുത്ത ബാക്കിയുള്ളവരോട് വരട്ടെ. പെട്ടെന്ന് പറ. അല്ലല്ല, ബാക്കിയുള്ളവർ എനിക്ക് തോന്നുന്നു US-ലുള്ള 3-4 ആൾക്ക് അവർക്ക് അത് തോന്നുന്നില്ല. പണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നുന്നില്ല അവർക്ക്. നമുക്ക് എന്തായാലും നമ്മളെ ഇത് മെസ്സേജ് കൊടുക്കാം നമുക്ക് അവര് ശേഷമുള്ള ആൾക്കാരെ. പിന്നെ 2-3 അവിടെ പൂച്ചയായല്ലേ? ഫ്ലാറ്റിൽ എവിടെ താമസിക്കുന്ന എല്ലാവരും ആയോ? 4 പേര് ഞങ്ങളുടെ റൂമിലുണ്ട്. 4 ഓർഡേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുൾപ്പെടെയല്ലേ 20 പറഞ്ഞേ? അതെ, 4 പേരാണോ അവിടെ ഉള്ളത്? അത് 5, 6? 1, 2, 3, 4, ഞാനടക്കം 5.
അപ്പൊ നമുക്ക് ഇപ്പൊ 20 16 + 4 20. രാമോഹൻസാറുണ്ട്, ജയസാറുണ്ട്. അത് ഞങ്ങള് D7 ആണ്. നമ്മൾ ഞങ്ങൾ A1 ആണ്. ജോയ് പ്രിയ. പ്രിയ വീഡിയോ കാണാൻ വീഡിയോ പറ്റുന്നില്ല. ഓക്കെ ഞാൻ കല്യാണം സുന്ദരം കല്യാണിന്റെ അവിടെ അല്ലേ? അന്ന് കൂടിയത്. C6 അരുൺ. ഹലോ C6. ഞങ്ങളെ ബ്ലോക്ക് സ്ഥലത്തെ ഫ്ലോറില് സജിത്ത്, കൂടെയുള്ള 4 പേര് ആരൊക്കെയാണെന്നൊന്ന് പറയോ? മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഫ്ലാറ്റ് നമ്പർ അവിടെ ഒന്ന് അവര് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഫേസ് കാണില്ലേ? അവര് പറഞ്ഞു അവരറിഞ്ഞ് പറഞ്ഞു അവര് പറഞ്ഞായിരുന്നു. രാമോഹൻ സാർ പറഞ്ഞില്ലോ. രാമോഹൻ സാർ ഇൻട്രൊഡ്യൂസ് പറഞ്ഞില്ലോ. രാമോഹൻ സാർ അവിടെ രാമോഹൻ സാറ് ഇപ്പൊ കേറിയായിരുന്നല്ലോ. രാമോഹൻ നോക്കിയോ? ഉണ്ടോ? രാമോഹൻ സാർ മ്യൂട്ടാന്ന് തോന്നുന്നു. സാർ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് സാറേ, എല്ലാവരും കണ്ടോട്ടെ. സാറെ കാണാൻ ഒരാൾക്കാർ. ഞാന് ഒത്തിരി ടെക് ഇല്ലിറ്ററേറ്റ് ആണ്. നോക്കട്ടെ. വെരി ഗുഡ്. കാണാമോ? കാണാമല്ലോ. So I am G8. ഓക്കെ ഗ്രേറ്റ്. നമുക്ക് തുടങ്ങാം. സപ്ന വന്നില്ലേ? ജോൺ സാർ ഇല്ലേ? ക്ലാസ്സിലുള്ളവരുണ്ട്. പ്രമോദ് എവിടെ യാത്രയിലാന്ന് തോന്നുന്നു. ഞാന് ട്രാവലിംഗിലാണ്. നോ പ്രോബ്ലം. വീഡിയോയിലേക്ക് കൂടുതൽ തൽക്കാലം ശ്രദ്ധിക്കണ്ട. ഒന്ന് ഓഡിയോയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഡ്രൈവ് ചെയ്യുന്ന സമയം. അതായിരിക്കും നല്ലത്. ഇപ്പൊ ജോയിൻ ചെയ്ത് പ്രകാശ് സാറ് ജോയിൻ ചെയ്യുന്നത്. അതെ മാത്യു സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാത്യു സാറ് പ്രകാശ് സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാറേ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എന്നിട്ട് ഓരോരുത്തർ വരുമ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതിയല്ലോ. വീണ്ടും 18 സപ്നയോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ സപ്ന മാഡം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്.
ജോയിൻ ചെയ്യുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും കണ്ടോട്ടെ. നിങ്ങൾ ആരും അന്യോട്ട് കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തോളൂ. ഇവരുടെയും സൗണ്ടുകളൊക്കെയാണ് കേട്ട് പറ്റുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. സനം മോളെ, ഞാൻ സനം ഐക്ക് മൂട്ടായി. നമ്മുടെ ജോൺ സാർ ഇല്ലേ? ജോൺ സാർ E8 ജോൺ സാർ ഇവിടെ വരുന്നത് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ട്. ഇന്ന് ഇവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റുന്ന അറിയില്ല. ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല. പുള്ളി ഇവിടെ വരുന്നത് പറഞ്ഞു. ഇവിടെ 8 മണിക്ക് ഇവിടെ വരാതെ പറഞ്ഞായിരുന്നു എന്നോട്. അത് B6 അല്ലേ? V6 അല്ലേ? E8 അല്ലേ? ആ പുള്ളി ഇപ്പൊ അല്ല പുള്ളി ഇപ്പൊ 2 ഓണറാണ്. 2 ഫ്ലാറ്റിന്റെ ഓണറാണ് ഇപ്പൊ. 2 ഫ്ലാറ്റിന്റെ ഓണർ. അവിടെ 2 പോത്തിട്ട് നമുക്ക് പുള്ളിക്കാവുന്നത്. F3 കൂടിയിട്ട് പുള്ളിക്ക്. പറഞ്ഞോ സബ്ജ മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തോ. കേട്ടോടാ? മ്യൂട്ടാ കേക്കാൻ മേല. കേക്കത്തില്ല. സപ്ന ചേച്ചി മ്യൂട്ടാണ്. നിങ്ങൾ മ്യൂട്ട് ചെയ്യില്ല, അൺമ്യൂട്ട് ചെയ്യും. ഞാൻ B5 സപ്ന. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ. നമസ്കാരം, ഞാൻ കിരൺ മോഹൻ, ഇവിടുത്തെ D7ന്റെ ഓണറാണ്. 2019 ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്നത്. ഈ എല്ലാ മാസവും ഈ തുക കൊടുക്കുകയും ഡ്യൂസ് ഒന്നും ഇല്ലാത്ത ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഈ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു മീറ്റിംഗ് കൂടേണ്ടി വന്നത്, അല്ലെങ്കിൽ ഒരു കോടതിയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ആദ്യം ആമുഖമായിട്ടൊന്ന് പറയുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം സിറ്റിയിൽ അതിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് നഗരത്തിലേക്ക് എത്താൻ പറ്റുകയും അതേസമയം വളരെ തിരക്ക് കുറഞ്ഞ ഒരു ഇടവുമാണ് ഈ വഴുതക്കാട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നല്ല സ്ഥലത്താണ് ഈ ഫ്ലാറ്റ് നിലനിൽക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മൾ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ തരത്തിലും പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിനുള്ളത്. അത് ലുക്ക് വൈസ് വെച്ച് നോക്കിയാലും അതിൻ്റെ അകത്തേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് മറ്റ് ഫ്ലാറ്റുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് തല കുനിക്കേണ്ട അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഭാസ്കരൻ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹം തൊട്ട് പലരും ചോദിക്കുന്നുണ്ട്. ഇവിടെ വേറെ എന്ത് പ്രശ്നമാണുള്ളത്? സെക്രട്ടറിയോട് പലപ്പോഴും പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരുന്നുണ്ട്, വെള്ളം, വൈദ്യുതി, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ താമസിച്ചേ മതിയാവും. നമുക്കറിയാം, നമ്മുടെ ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ഈ പ്രശ്നം പലതരത്തില് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന ഒരുപക്ഷെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ഇപ്പോഴും ഈ പ്രശ്നം എത്തിയിട്ടില്ല എന്നുള്ള ആൾക്കാരും ഉണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ അവരവരിലേക്ക് ചുരുങ്ങി അവരുടെ വീടുകളിലുള്ളിലേക്ക് താമസിക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമാവില്ല ഒരിക്കലും. നമ്മളെപ്പോഴും പറയുന്ന പോലെ അവർ നമ്മളെ തേടി വരുമ്പോൾ അത് നമ്മുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് ഒടുവിൽ നമ്മളെ തേടിയ പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ആ പ്രശ്നം അവരുടെ വീട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇത്തരത്തിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അത് പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിന് മാറ്റം വരണം എന്ന ചിന്ത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ? എല്ലാവർക്കും പറയാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മാത്രം ഞാനിങ്ങനെ ഈ ആദ്യ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹം, നിങ്ങൾക്കറിയാവുന്നറിയില്ല, 2019 ശേഷം ഈ ഫ്ലാറ്റിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസം പോലും 2019 ശേഷം ഫ്ലാറ്റിൽ വന്നിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറുമല്ല. നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ട് പിന്നെ വളരെ ധിക്കാരപരമായിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ അദ്ദേഹം മറുപടി പറയാതിരിക്കുക, അങ്ങനെയുള്ള ഒരു സമീപനമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം സുരക്ഷയാണ്. നമുക്കറിയാം ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്, പക്ഷേ നമ്മൾ കൊറോണ സമയത്ത് കണ്ടതാണ്, ആ സമയത്ത് പലപ്പോഴും പല നിയന്ത്രണങ്ങളുള്ള സമയത്ത് പോലും ഈ ഫ്ലാറ്റിൽ ആൾക്കാർ യഥേഷ്ടം കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആര് ഏത് ഫ്ലാറ്റിലേക്ക് പോകുന്നത് പോലും ആർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം.
അപ്പൊ നമ്മൾ മ്യൂട്ടായി കേൾക്കുന്നില്ല. മ്യൂട്ടായി പോയി. നമ്മൾ കൊറോണ സമയത്താണ് ഈ സുരക്ഷയുടെ പ്രശ്നം ആദ്യമായിട്ട് നമുക്ക് നേരിട്ടത്. പലരും നിയന്ത്രണം ഉള്ളപ്പോൾ പോലും അവര് യഥേഷ്ടം ഈ ഫ്ലാറ്റിലേക്ക് വരികയാണ്. ആര് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് ഫ്ലാറ്റിലേക്ക് പോകണം, ആരാണ് വരുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനെ എതിർത്തതിന്റെ ഫലമായിട്ടാണ് കുറെ പറഞ്ഞതിന്റെ ശേഷമാണ് സെക്യൂരിറ്റി ഒരു ബുക്ക് വെക്കുന്നത്. അതും രജിസ്റ്റർ അല്ല, ഒരു ചെറിയ നോട്ട്ബുക്കാണ്. ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ആൾക്കാർ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ അവർ അങ്ങോട്ട് തന്നെ പോകണമെന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് പിന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മനസ്സിലായി തുടങ്ങിയെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഒരു രണ്ട് ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഒരു 3 ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഒരു 2 കുടുംബക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ഈ ലൈംഗിക തൊഴിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ദിവസം തോറും അവിടെ ഇങ്ങനെ ആൾക്കാർ, വളരെ മാന്യന്മാരായ ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിരനിരയായിട്ട് ലൈനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ പല സമയത്ത് വന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് സംശയം തോന്നിയതും ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി. എന്തുകൊണ്ട് ഇപ്പോൾ ലൈംഗിക തൊഴിലാളികളുടെ ജോലിക്ക് അവരുടേതായ നമ്മൾ സ്ഥാനം കൊടുക്കണം, അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അവര് നമ്മുടെ ജീവിതത്തെ കൂടി, നമ്മുടെ സ്വകാര്യതയെ കൂടി ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇടപെടാൻ തുടങ്ങിയത്. കാരണം ഇവര് വന്ന് കയറുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ്. ഈ നമുക്കറിയാലോ, ഒരു ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ ഫ്ലോറിന്റെ എഴുതി വെച്ചിരിക്കുന്ന സംശയം കൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 4ാമത്തെ 5ാമത്തെ ഫ്ലോറിലാണെങ്കിൽ ഇവർക്ക് പലപ്പോഴും തെറ്റിയിട്ട് 3ലും 6ലും ഒക്കെ കയറിപ്പോകും. അപ്പൊ ഇവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഇവർ ചെല്ലുന്നു, വാതിൽ എവിടെയെങ്കിലും തുറന്നെടുക്കുന്നെങ്കിൽ അത് തുറക്കുന്നു, അവരകത്തേക്ക് കയറുന്നു, ഒരു റൂമിലേക്ക് തലയും കുനിച്ച് പോവുക ചെയ്യുന്നത്. ഇങ്ങനെ പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന ചില വീടുകളിലേക്ക്, ഫ്ലാറ്റുകളിലേക്ക് ഇവർ കടന്നു വന്നു തുടങ്ങിയപ്പോഴാണ് ഇത് സുരക്ഷയെ ബാധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ സെക്രട്ടറിയെ വിളിച്ച് പറയുമ്പോൾ സെക്രട്ടറി ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ കത്ത് കണ്ടു കാണും. ഒരു പക്ഷെ ആ സമയത്ത് ഇതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി വലിയൊരു ലെറ്റർ അദ്ദേഹം തയ്യാറാക്കി. ഇനി കൂടുതൽ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിയമ നടപടിയായിട്ട് പോകും എന്നുള്ള കാര്യത്തിലാണ് സെക്രട്ടറി മറുപടി പറഞ്ഞത്. പക്ഷെ അധികം വൈകാതെ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് എല്ലാവരും കൂടും കുടുക്കയായിട്ട് സ്ഥലം വിട്ടു എന്നുള്ളതുകൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിച്ചു. പിന്നീട് ഇത് പറഞ്ഞതിന് ശേഷമാണ് CCTV വെക്കാൻ തയ്യാറായത്. CCTVയുടെയും ഒരു 2 ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കേന്ദ്രം എവിടാന്ന് നമുക്കറിയില്ല. അത് ഈ ഭാസ്കരൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ അദ്ദേഹത്തിന്റെ മൊബൈലിലാണോ എന്നറിയില്ല. നമുക്കൊന്നും ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊന്നുമില്ല. അങ്ങനെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ആൾക്കാർ അതാണ് ഒന്നാമത്തെ പ്രശ്നം. സുരക്ഷ, സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് ക്ലീനിങ് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ട്, 4 പേരോളം ഉണ്ട്. അവർ ഒട്ടും പ്രൊഫഷണൽ അല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലപ്പോഴും കോമൺ ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അല്ലാതെ അവർ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലം അവിടെ ഒട്ടും വൃത്തിയുള്ളതല്ല. അത് അവിടെ കൂട്ടിയിട്ട് വേസ്റ്റ് കൂടിയതിന്റെ പേര് എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് താക്കീതും ഫൈനും അടയ്ക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് അതിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടെ എലിയും മറ്റു ശല്യങ്ങളും ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. പിന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഈ അടുത്ത സമയത്തും ഉണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ വെള്ളമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ സുരക്ഷ, വെള്ളത്തിന്റെ ഒരു വൃത്തിയില്ലായ്മ, പലപ്പോഴും കഴിഞ്ഞ 2 ആഴ്ചയായിട്ടും വളരെ രൂക്ഷമായ ഗന്ധം വെള്ളത്തിനുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഫ്ലാറ്റിൽ പോലും വെള്ളത്തിന് ഒരു പ്രശ്നം നേരിട്ടപ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട്, ഇപ്പൊ ഈ മെയിൻ്റെനൻസ് ഫീസ് അടയ്ക്കുന്ന എന്റെ വീട്ടിൽ പോലും അത് വന്ന് ശരിയാക്കാൻ ഇതുവരെ ഇവിടുത്തെ കെയർ ടേക്കർ എന്ന് അവകാശപ്പെടുന്ന കുട്ടപ്പൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ വൃത്തിയില്ലായ്മ, ടാങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ടോ, മാത്രമല്ല ടാങ്കിന് വെളിയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു സ്റ്റീൽ തകിട് വെച്ചിട്ടുണ്ട്. അത് അപകടകരമായ രീതിയിലാണെന്ന് പലരും പറയുന്നുണ്ട്. അതിലേക്ക് കുട്ടികൾ കളിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. പിന്നെ നമുക്കറിയാം, ജനറേറ്റർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ജനറേറ്റർ പല തവണ വലിയ ശബ്ദത്തോടു കൂടി പൊട്ടലുണ്ടായി. ട്രാൻസ്ഫോമറിന് അത് കറണ്ട് പോയി. പക്ഷെ വളരെ പെട്ടെന്ന് കറണ്ട് തിരിച്ചു വന്നിരുന്നു ഭാഗ്യം കൊണ്ട്. രാത്രി 12 മണിക്കൊക്കെയാണ് പോയത്. പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കുണ്ടായ ഒരു പൊട്ടിത്തെറിയിൽ കറണ്ട് പോവുകയും ഏകദേശം ഒരു ദിവസം 24 മണിക്കൂറോളം നമുക്ക് കറണ്ട് ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് മൊത്തം ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു കാണും, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലെറ്റർ നമുക്ക് വന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഭീകരമാണ്, എത്രത്തോളം അപകടാവസ്ഥയിലാണ് നമ്മളുടെ ഇവിടുത്തെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് തന്നെ ഒരു ലിഫ്റ്റിൽ നമ്മുടെ അവിടെ വന്ന ഒരു ജോലി ചെയ്യാൻ വന്ന ഒരാള് ലിഫ്റ്റില് 20 മിനിറ്റോളം കുടുങ്ങി കിടക്കുക ചെയ്തത്.
ഈ കറണ്ട് പോയതിനു ശേഷം ജനറേറ്റർ ഓൺ ചെയ്തിട്ട് ജനറേറ്റർ ഓൺ ചെയ്യാൻ തന്നെ 15 മിനിറ്റ് എടുത്തു. ഓൺ ചെയ്തതിനു ശേഷം ആ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, കാരണം അത് പിടിക്കുന്നില്ല. അങ്ങനെ അയാൾ 20 മിനിറ്റ് ആ ലിഫ്റ്റിനകത്ത് അയാൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ധൈര്യമുള്ള ആളായിരുന്നുകൊണ്ട് അയാൾ വളരെ കൂളായിട്ട് അവിടെ ഇരുന്നു എന്നുള്ളതാണ് സത്യം. ബാക്കി പലർക്കും അറിയില്ല. അപ്പൊ സെക്യൂരിറ്റിക്ക് പോലും ജനറേറ്റർ ഓൺ ആക്കാൻ അറിയില്ല. പിന്നെ കുട്ടപ്പനെ വിളിച്ചിട്ട് കുട്ടപ്പൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്താണ് ഈ കാലതാമസം ഉണ്ടായത്. പിന്നെ നമുക്കറിയാം ലിഫ്റ്റിന്റെ കാര്യം നമുക്കറിയാം. ലിഫ്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ അഴിമതി അവിടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ലിഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ ഞാൻ പല ചോദ്യങ്ങൾ ആ സമയത്ത് ചോദിച്ചതാണ്. അതിനൊന്നും മറുപടി തരാൻ സെക്രട്ടറി തയ്യാറായില്ല. 2 ലിഫ്റ്റ് ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. ഇത്രയും വർഷമായിട്ടും ഒരു ലിഫ്റ്റാണ് ശരിയാക്കിയത്. ഒരു ബ്ലോക്കിലെ ഒരു ലിഫ്റ്റ് മാത്രമാണ് ശരിയാക്കിയത്. മാത്രമല്ല ആ ശരിയാക്കിയ ലിഫ്റ്റ് ശരിയാക്കി 2 മാസത്തിനിടയ്ക്ക് പലതവണ അന്ന് തൊട്ട് പലതവണയായിട്ട് അത് സർവീസ് മുടക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് പിന്നെ ജോൺസൺ ലിഫ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് തന്നെ ലിഫ്റ്റിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് പുറംമോടിയിൽ പെയിന്റ് അടിച്ച് അതിന്റെ പുറം പിന്നെ ഭാഗം ഭംഗിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിന്റെ സിസ്റ്റം ഒക്കെ പഴയത് തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു സെക്രട്ടറി പറഞ്ഞിരുന്നത്. ആ സിസ്റ്റം മൊത്തം മാറ്റും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. കുറച്ച് ലൈറ്റ് ഇട്ടു എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ പെയിന്റ് അടിച്ചു എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു മാറ്റമായിട്ട് പറയാനുള്ളത്. അപ്പൊ അത്തരത്തിലൊരു വലിയ ഈ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അഴിമതി നടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. കണക്കിന്റെ കാര്യത്തിലായാലും കണക്ക് ഒന്നും തന്നിട്ടില്ല, തരുന്ന കണക്കിലും ബാക്കിയുള്ള കാര്യത്തിലും ഒക്കെ വലിയ തോതിൽ അഴിമതി നടക്കുന്നുള്ള വ്യക്തമായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനും സംസാരിക്കാനുമായിട്ട് തുടങ്ങിയത്. ഫയർ ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. അതിന്റെയും 4 വർഷമായിട്ട് പൈസ കൊടുത്തിട്ട് പോലും ഇതുവരെ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. പക്ഷെ കോടതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, ഇതിന് മാറ്റം വരണം, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയെ തന്നെ ബാധിക്കും എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇവിടെ താമസിക്കുന്ന ഈ പ്രശ്നങ്ങൾ നേരിടുന്ന കുറച്ചുപേര് അവരുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങിയതും അവര് ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങിയതും. ഒന്നിച്ച് നിന്നപ്പോ ഞങ്ങൾ ആദ്യമേ കോടതിയെ സമീപിക്കുകയല്ല ചെയ്തത്. അതിന്റെ ഏറ്റവും പ്രോപ്പറായ വഴിയിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കണം, അതിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ഈ നിയുക്ത സെക്രട്ടറിക്ക് കത്ത് അയക്കുകയാണ് നമ്മൾ ചെയ്തത്. ഡിമാൻഡ് നോട്ടീസ് അയക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അങ്ങനെ ചെയ്തതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിന് മറുപടി നൽകാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എപ്പോഴും കത്തുകൾ അയക്കുന്നതിൽ താല്പര്യം കാണിക്കുന്ന അദ്ദേഹം ഇതിന് മറുപടി പോലും തന്നില്ല. പിന്നീട് വീണ്ടും നമ്മൾ കത്തുകൾ അയച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹം അതിന് മറുപടി നൽകാൻ തയ്യാറായത്. മറുപടി നൽകിയത് രസകരമാണ്. അദ്ദേഹം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കല്ല മറുപടി നൽകിയത്. ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അവരുടെ ഹിസ്റ്ററി കണ്ടുപിടിച്ച് അവരാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പൈസ തരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള അവകാശമില്ല, ഇന്നവർ പൈസ തരാനുണ്ട്, അതുകൊണ്ട് അവർക്ക് ചോദിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് ഈ കത്ത് അയച്ചതിലെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് പകരം ഈ കത്ത് അയച്ചവരെ കുറ്റപ്പെടുത്താണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ അദ്ദേഹം മീറ്റിംഗ് കൂടാൻ തയ്യാറാകുന്നില്ല എന്ന് കണ്ട അടുത്ത സ്റ്റേജിലാണ് ഞങ്ങൾ വീണ്ടും ചിന്തിക്കുകയും എന്താണ് മാർഗം എന്ന് ആരായുകയും അങ്ങനെ നിയമോപദേശം തേടുകയും അങ്ങനെ നിയമോപദേശം തേടിയതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നിയമോപദേശം തേടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കാര്യം വരുന്നത്. അടുത്ത ഇലക്ഷൻ വരുന്നു. അടുത്ത ഇലക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഓൺലൈനായിട്ട് ഇലക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. കൊറോണയ്ക്ക് ശേഷം എല്ലായിടങ്ങളിലും ഓഫ്ലൈനായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടും ഇവിടെ അത് മാറ്റാൻ അദ്ദേഹം തയ്യാറാകാതെ അദ്ദേഹം വീണ്ടും ഓൺലൈൻ മീറ്റിംഗ് നടത്താൻ തയ്യാറായപ്പോൾ, അപ്പൊ നമുക്കറിയാം ഓൺലൈൻ മീറ്റിംഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആകെ ഒരു 10 പേരിൽ താഴെയാണ് അതിൽ പങ്കെടുക്കുക. ആ പങ്കെടുക്കുന്ന ബാക്കിയുള്ളവർക്ക്, പൈസ കൊടുക്കാത്തവർക്ക്, ഏതെങ്കിലും തരത്തിലുള്ള പലിശ പോലും കൊടുക്കാനുള്ളവർക്ക് അതിൽ പങ്കെടുക്കാൻ അവകാശമില്ല. അവരെ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ നിന്ന് റിമൂവ് ചെയ്യാണ് പതിവ്. അപ്പൊ ഇങ്ങനെ ഒരു 10 പേര് മീറ്റിംഗ് കൂടുന്നു. അത് അദ്ദേഹത്തെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്ന 10 പേരായിരിക്കും. അവർ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും സംസാരിക്കില്ല, അവർ സംസാരിക്കുക പോലും ഇല്ല. അവര് പഞ്ചപുച്ഛം അടക്കി നോക്കി നിൽക്കുകയും ബാക്കി പ്രോക്സി എന്ന പേരില് പ്രോക്സിയുടെ നിയമങ്ങളൊന്നും പാലിക്കാതെ സൂട്ട് കേസിനകത്ത് പ്രോക്സി ഉണ്ടെന്ന മട്ടിൽ സൂട്ട് കേസ് പൊക്കി ഒന്ന് കാണിക്കുകയാണ് ചെയ്തത്. എല്ലാ പ്രോക്സി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് സെക്രട്ടറി എന്ന് പറഞ്ഞ് അവരോധിക്കുന്ന ഒരു പതിവ് എല്ലാ കാലത്തും ഉണ്ട്. അത് വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വെച്ചതുകൊണ്ടാണ് ഞങ്ങൾ നിയമോപദേശം തേടുകയും കോടതിയെ സമീപിക്കാൻ തയ്യാറായത്. അല്ല, ഞങ്ങൾ ഒറ്റയടിക്ക് പെട്ടെന്ന് കോടതിയിലേക്ക് പോയി എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണത്. ഇത്രയും ആലോചനകൾക്ക് ശേഷമാണ് ഇനിയും അങ്ങനെ അല്ലാതെ നമുക്ക് വേറെ മാർഗമില്ലെന്ന് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചത്. വക്കീല് വഴി നമ്മൾ സ്റ്റേ കൊടുത്തത്. അങ്ങനെ കോടതി അനുകൂലമായിട്ട് നമുക്ക് സ്റ്റേ ചെയ്തു. ആദ്യം താൽക്കാലികമായ സ്റ്റേ ആയിരുന്നു, പിന്നീട് പെർമനന്റ് സ്റ്റേ നമുക്ക് ഉത്തരവ് നേടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ നിയമ വഴിയിൽ നമ്മൾ പോയത്. ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ നിയമ വഴിയിലേക്ക് പോയത്. 2, ഇതിനിടയ്ക്ക് സ്റ്റേക്ക് ശേഷം മീഡിയേഷൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മീഡിയേഷന് പോയി, 2 തവണ മീഡിയേഷന് പോയി.
മീഡിയേഷന് പോയപ്പോഴും അത് വിജയകരമായിരുന്നില്ല. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ തെറ്റുകൾ മനസ്സിലാക്കാനോ അദ്ദേഹം തെറ്റ് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അവിടെ ഒരു പ്രശ്നമില്ലെന്നുള്ളതാണ്. അദ്ദേഹം താഴാൻ തയ്യാറാകുന്നതേ ഇല്ല. അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് നിന്ന് മാറാൻ, ജീവിതകാലത്ത് മാറാൻ അദ്ദേഹത്തിന് സാധിക്കില്ല, കഴിയുകയുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ മീഡിയേഷൻ പരാജയപ്പെടുകയും 2 മീഡിയേഷൻ നടത്തിയ രണ്ടും പരാജയപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് നവംബറിൽ സബ്മിറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് ഈ മീറ്റിംഗ് വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെ തുടർന്ന് വക്കീലിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ വക്കീൽ പറഞ്ഞ 2 ഓപ്ഷൻസ്, ഞങ്ങളുടെ മുന്നിൽ വെച്ച 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങളുടെ ഫ്ലാറ്റിലുള്ള മെജോറിറ്റി ആൾക്കാരെ, 63 പേരുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരെ ഒന്നിച്ചു നിർത്തൂ. എന്നിട്ട് നിങ്ങൾ ആ മെജോറിറ്റി ആൾക്കാർ ചേർന്ന് ഒരു പുതിയ GB കൂടാനായിട്ട് ഒരു ലെറ്റർ കൊടുക്കൂ, അസോസിയേഷൻ ലെറ്റർ കൊടുക്കൂ. അവരത് കൂടി നിങ്ങളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കൂ. ഇനി അഥവാ അവർ ആ ലെറ്റർ പരിഗണിക്കുന്നില്ല, മീറ്റിംഗ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ, മെജോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു GB കൂടാം. ആ GB നിങ്ങൾക്ക് പുതിയ അസോസിയേഷൻ രൂപീകരിക്കാം. അങ്ങനെ രൂപീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോകൂ എന്നാണ് ഒന്നാമത്തെ വഴിയായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ വഴി, നമുക്കറിയാം ബൈലോ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് 1955 ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ചാരിറ്റബിൾ പ്രവൃത്തി എന്ന രീതിയിലാണ് ഫ്ലാറ്റ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാത്രം ചാരിറ്റി ആണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാറണം, ആ ബൈലോയിൽ നിന്ന് മാറണം. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കപ്പെട്ട ബൈലോ ആണുള്ളത്. അപ്പൊ ആ ബൈലോ മാറ്റി പുതിയൊരു ബൈലോ രൂപീകരിച്ച് നമ്മുടെ 1983 കേരള അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ടിലേക്ക് അത് മാറ്റിയിട്ട് ഒരു പുതിയ ബൈലോ ഉണ്ടാക്കി കോടതി വഴി നമ്മളൊരു പുതിയ അസോസിയേഷൻ ഉണ്ടാക്കി നമ്മളുടെ രീതിയിൽ പോകണം. അതിനും നമുക്ക് മെജോറിറ്റി ആവശ്യമാണ്. അപ്പൊ ഈ 2 വഴി തിരഞ്ഞെടുത്താലും നമുക്ക് മെജോറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. വളരെ കുറച്ചു പേർ ചേർന്ന് മാത്രം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നീട് നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി സുഗമമായിട്ട് നടത്തി പോകണം എന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് നിന്നാലേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ്, ആ കാരണം കൊണ്ടാണ് നമ്മൾ നിങ്ങളോടത് ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഇങ്ങനെ ഒരു മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നതും അതുകൊണ്ടാണ്. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് പറയാം. ബാക്കിയുള്ള മറുപടികൾ അതിനെ തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നതായിരിക്കും. താങ്ക് യു. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ചെറിയ അഭിപ്രായങ്ങൾ ഒരു ചെറിയ സമയം കൊണ്ട് പറയാറുള്ളത്. അതുപോലെ എല്ലാവരുടെ അഭിപ്രായം കൂട്ടായി ഇനി എന്ത് തീരുമാനം എടുത്തിട്ട് നമ്മൾ ഇതേമാതിരി എന്തെങ്കിലും എല്ലാവരും സംസാരിച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അതിപ്പോ പറയാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം തൽക്കാലം ഇയാള് ചെയ്തു വെച്ച ഒരുപാട് കെടുതികൾ ഇവിടെ ചെയ്ത് ഇനി വരാൻ പോകുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി വരാൻ പോവാ. അത് വന്നാൽ ഇനി ഹെവി പെനാൽറ്റിയെ വരാൻ പോകും ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയാൻ. അത് എല്ലാം കൊടുക്കേണ്ടത് ഞങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് ഇനി പറ്റില്ല, നമുക്ക് പറ്റില്ല. ഇനി ഇങ്ങനെ മാറ്റിയേ നമ്മൾ മടങ്ങുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ 5-6 പേര് ഒരു സ്റ്റാർട്ട് ചെയ്ത ഈ സംരംഭം നിങ്ങളൊക്കെ സഹായം കൊണ്ട് ഞങ്ങളിപ്പോ 33 പേര് ഞങ്ങളുടെ കയ്യിൽ ഈ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് ആൾക്കാരുണ്ട്, 32 പേര്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനിയൊരു 10 പേര് നമുക്ക് കാണാനുണ്ട്, കിട്ടാനുണ്ട്. അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതുകൂടാതെ ഒരു 3 പേര് അസോസിയേഷന്റെ 1-2 പേര് ഞങ്ങളോട് സഹകരിക്കാതെ വന്നു. പക്ഷെ തൽക്കാലം അസോസിയേഷൻ ഭാരവാഹികളായതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ തൽക്കാലം നമ്മൾ പേയ്മെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു 3-4 പേര് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ലോബിയിലുണ്ട്. അവരും നാളെ മറ്റന്നാളോ നമ്മൾ ഇത് മെജോറിറ്റി ആയത് കണ്ടു കഴിഞ്ഞാൽ അവരെ ഞങ്ങളിപ്പോ ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 4 പേരും അവർ നമ്മളോട് വെല്ലിങ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചില സമയങ്ങളിൽ അവർ 50-50 എന്നുള്ളത് ഒരു മനസ്സുള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ തൽക്കാലം ഈ നമ്മുടെ ഈ വിശ്വാസയോഗ്യമായ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അടുത്ത കോടതി അനുസരിച്ച് ഞങ്ങൾ അവരെയും കൂടി ഞങ്ങളെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും. പക്ഷെ അവരെ നമ്മൾ ഒന്ന് നോക്കേണ്ടത്, അവരത് ടെസ്റ്റ് ചെയ്താൽ അവരെ മെന്റൽ ഇത് നമ്മളായിട്ട് 100% സഹകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അവരെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണോ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ചാൻസസ് ആർ ദർ. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാത്തത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് പോകാൻ എടുത്തു വെച്ച കാര്യം പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ആരെന്ത് ചെയ്താലും ഞങ്ങൾ പിന്നോട്ട് പോകില്ല. അതുപോലെ പല ആൾക്കാർ ഓണേഴ്സ് ഞങ്ങൾ ചോദിച്ചായിരുന്നു, നാളെ ഇത് എന്റെ അവിടെ നിൽക്കുന്ന ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അവിടെ നിൽക്കുന്ന ടെനന്റിന്റെ വല്ല ഇവര് ബുദ്ധിമുട്ടിക്കോ? നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒരു ടെനന്റിനും നിങ്ങളെ ഇവിടെയുള്ള ഒരു വാടകക്കാര് ഒരു കുട്ടിയും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ ഉള്ള കാലത്ത് ധൈര്യമായി ഇരുന്നു. നിങ്ങൾ ആര് വാടക കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഈ പേരില് മെയിൻ്റെനൻസ് കൃത്യന്റെ പേരില് ഒരാൾ ചോദ്യം ചെയ്യാൻ പോകില്ല, ഒന്നും ചെയ്യാൻ പോകില്ല. എന്നിട്ട് 4 കൊല്ലമായി മെയിൻ്റെനൻസ് നിർത്തി ഞാനാ എന്നെ ഇവര് ഒന്നും ചെയ്യാൻ പറ്റില്ല. മെയിൻ്റെനൻസ് ചോദിക്കാൻ പോലും അവകാശമില്ല. ഞങ്ങൾ കോടതിയിൽ നിന്ന്
എല്ലാ വക്കീലുകളും എല്ലാവിധ കാര്യങ്ങളും ചോദിച്ചു. ഇയാൾ എന്തുകൊണ്ട് ഇപ്പൊ 8-9 കൊല്ലം ഈ ആൾക്കാർക്ക് മെയിൻ്റെനൻസിന് കേസ് കൊടുക്കാത്ത ബാങ്ക് കേസ് കൊടുത്തൂടെ? കേസ് കൊടുക്കാൻ പറ്റില്ല അയാൾക്ക്. അയാൾ അത്രയും ഫോൾട്ട് ഉണ്ട്. അതൊക്കെ എവിഡൻസ് ഞങ്ങളെ കയ്യിലിട്ട് സാറേ നമ്മൾ പബ്ലിക്കായി വെളിപ്പെടുത്താറ്. ഞങ്ങൾ എല്ലാ എവിഡൻസും ഞങ്ങൾ എടുത്തു വെച്ചിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് എടുത്തു വെച്ചിട്ട് ഫോട്ടോസ് ആയിട്ട് എടുത്തു വെച്ചിട്ട് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി അവരവർക്ക് ഉള്ള കാര്യം പറയാം സാർ. എന്തായാലും എല്ലാവർക്കും ടൈം തരാം. ഓരോ ആൾക്കാർ പറഞ്ഞാൽ മതി. ഈ കേസ് കൊടുത്തപ്പോ എന്തുകൊണ്ടാണ് ആ കമ്മിറ്റി മെമ്പേഴ്സിനെ മുഴുവൻ കേസിനകത്ത് ഉൾപ്പെടുത്താത്തത്? സാറേ അതിന്റെ ഉത്തരം ഞാൻ പറയാം. ആദ്യം നമ്മൾ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രസിഡന്റിനും സെക്രട്ടറിയും ആദ്യം ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മളെ വക്കീൽ ഇനി നമ്മൾ അടുത്തൊരു ഫയൽ ചെയ്യാൻ പോകുന്നത് എല്ലാ അസോസിയേഷന്റെ ആൾക്കാരുടെ പേരിൽ കൊടുക്കും. അത് മാത്രമല്ല, ഇത്രയും കാലം ഒരു മാനേജർ എന്നും പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ അയാളുടെ അടുത്ത് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു 55 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടാനുണ്ട്. 55. ഈ 55 ലക്ഷം രൂപയിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി നടക്കുന്നത് പോലെ ഇയാളുടെ പ്രോക്സികളുടെ പൈസ മേടിച്ചിട്ട് ഇവിടെ തരാത്ത പൈസയും കാണും. നമുക്ക് ബാങ്കിൽ ഈ കമ്പനിയുടെ ഈ അസോസിയേഷന്റെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ കോടതി പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതിന് അക്കൗണ്ടന്റിനെ മാനേജരെ കക്ഷി ചേർത്തേ പറ്റൂ. അങ്ങനെ ഒരു പാവമാണ്. പക്ഷെ മൊഴി കൊടുക്കട്ടെ, അങ്ങനെ പറഞ്ഞേക്കുന്നത് 7 പേജുള്ള ഒരു എഴുത്താണ് അയാൾ രാജിവെച്ചപ്പോ കൊടുത്തതെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, മാനേജർ ഒരു മാത്രമല്ല, ഇൻ ബിറ്റ്വീൻ കോവിഡിന് മുന്നേ വേറൊരാളായിരുന്നു മാനേജർ, അതിനുശേഷം അല്ല. ഇങ്ങനെ ക്ലെയിം ചെയ്യുന്ന 2005 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇയാള് തന്നെയാണ് മാനേജർ. ഇവർ രണ്ടുപേരും KTDCയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നടക്കുന്ന അഴിമതികൾ എന്തും ഇവിടെ നടക്കും. പക്ഷെ മാനേജർ ഇയാള് മാത്രമല്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടപ്പൻ മാനേജർ അല്ല, ഒഫീഷ്യലി ഇയാളാണ് മാനേജർ. നമുക്കിപ്പോ അതൊന്നും അല്ല വിഷയം. നമുക്ക് അക്കൗണ്ട്സ് കോടതിയെ പ്രൊഡ്യൂസ് ചെയ്യണം. ഞങ്ങള് ഫസ്റ്റ് ഡിമാൻഡ് വെച്ചത് ഞങ്ങൾ ഫസ്റ്റ് ഡിമാൻഡ് വെച്ചത് ഞാൻ പറയാം. ഞങ്ങൾ ഫസ്റ്റ് ഡിമാൻഡ് കോടതി വെച്ചതെന്ന് വെച്ചാൽ ഇയാളെ അക്കൗണ്ട്സ് മുഴുവൻ മുഴുവൻ കാണണം. ഞങ്ങളെ ഒരു ഇന്റേണൽ ഓഡിറ്റോ അല്ലെ കോടതി നിശ്ചയിക്കുന്ന ഒരു ഓഡിറ്റോ വെച്ചിട്ട് അത് സാറ്റിസ്ഫൈഡ് ആയി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ബാക്കി കാര്യം ചെയ്യില്ല. അതെനിക്കറിയാം. എന്നിട്ട് നിങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ അയാള് മറുപടിയും തന്നു എന്ന് എനിക്കറിയാം. അതും എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് മാനേജരെ കക്ഷി ചേർക്കുന്നില്ല? കാരണം എന്ത് സ്ഥാപനത്തിലെ മാനേജരാണ് ഉത്തരവാദി. എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. മാത്യു പറയുന്നത് പോലെ സീൻസ് ഫ്രം ദ സ്റ്റാർട്ടിങ്ങില് ഏതാണ്ട് നല്ലൊരു ഈ പറഞ്ഞ മുതല് ഇദ്ദേഹമാണ്, ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെയാണ് മാനേജർ. ഏത് സ്ഥാപനത്തിലും മാനേജറാണ് ഉത്തരവാദി. അങ്ങനെ ഒരു നല്ല മനുഷ്യനാ, പാവോ എല്ലാം ആന്നു. അല്ലാതെ ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ കണക്ക് കോടതിയെ പ്രൊഡ്യൂസ് ചെയ്യണം. എക്സിസ്റ്റിംഗ് കേസിൽ പുള്ളിയും കൂടെ കക്ഷി ചേർത്താൽ മതി. കഴിഞ്ഞില്ലേ? അതിനകത്ത് വലിയ ഡീലല്ലോ. ചെയ്യണം. അയാളുടെ റെസിഗ്നേഷൻ ലെറ്റർ ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. 55 ലക്ഷം രൂപയുടെ കണക്ക് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഇയാളുടെ പ്രോക്സികളുടെ നിന്ന് കാശ് പിരിച്ചിട്ട് അക്കൗണ്ടിൽ അടയ്ക്കാത്താണോ എന്ന് നമുക്കറിയില്ല. 55 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇയാൾ ഏകദേശം മാസം 20,000 രൂപ വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന്. 25 വർഷമായി. മാസം 20,000 രൂപ വെച്ച് സ്വന്തം ചെലവിന് വേണ്ടി. അയാൾക്ക് പെൻഷൻ ഇല്ല. ഇങ്ങനെ KTDCയില് ഒരു TK ദിവാറിന്റെ GM അങ്ങേരുടെ കെയർ ഓഫിൽ GM ആയിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തു. പെൻഷൻ ഇല്ല. മാസാമാസം ചെലവിനുള്ള കാശ് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. കുട്ടപ്പനെ കൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കുന്നുണ്ട്. അപ്പം ഈ കാശ് എവിടെ പോയി എന്നുള്ളതിന്റെ പ്രൂഫ് വേണം. നമുക്ക് അക്കൗണ്ട്സ് കോടതി പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതിനെ മാനേജറെ കേസിൽ പാർട്ടിയാക്കിയേ പറ്റുള്ളൂ. ഞങ്ങള് മീഡിയേഷനിൽ ഫസ്റ്റ് പറഞ്ഞ കേസ് ഇതാണ്. ഇയാൾ അക്കൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കാലത്തോളം നമുക്ക് മീഡിയേഷൻ വേണ്ടാന്നാ പറഞ്ഞു ഞങ്ങള്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്രകാശ്. ഓക്കെ സാർ, പറയും. അവിടെ ഈ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഒഫീഷ്യൽ അല്ല. ആരാ ഇപ്പൊ അവിടെ മാനേജർ? ഇപ്പൊ ആരുമില്ല. ഇപ്പൊ 2 മാസം മുന്നേ അയാൾ ഒഴിവാക്കി. അയാൾ ഇപ്പൊ കുട്ടപ്പൻ
ഇനി അത് മാത്രമല്ല പ്രകാശ് സാറേ പുതിയൊരു മാനേജർ നാളെ മറ്റന്നാളോ ജോയിൻ ചെയ്യും. സുകുമാരൻ എന്ന് പറയുന്ന ഒരാളാണോ? സുകുമാരൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാനേജർ. ഇപ്പൊ പുതിയ അയാൾ മാറി. ഇപ്പൊ ഇന്നലെ മുതൽ പുതിയൊരു മാനേജർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് പഴയ KTDC തന്നെ. ഇയാളെ സീനിയർ. ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഈ പറയുന്ന എല്ലാ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ള എല്ലാരെയും കക്ഷി ചേർക്കുക. ഇയാളോട് അങ്ങനെ കൂറുള്ളവരെല്ലാം അതോടെ മാറിക്കോളും. 2 തവണ കോടതി സാക്ഷി പറയാൻ പോകുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഈ ഇതങ്ങ് തീരും, താല്പര്യങ്ങൾ അങ്ങ് തീരും. 2 പേര് മാറി ഓൾറെഡി. കാരണം അത് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവര് എല്ലാവരുടെയും പേര് കേസ് ചാർജ് ചെയ്യണം, നമ്മുടെ സുകുമാരൻ നായരെ ഉൾപ്പെടെ. കാരണം അങ്ങനെ ഒരു പാവമാണ്, അല്ലാതെ പറയുന്നില്ല. പക്ഷെ ആ റെസിഗ്നേഷൻ ലെറ്റർ കോടതി സബ്മിറ്റ് ചെയ്യണം. അയാള് പാവമാന്ന് പറഞ്ഞാല് പിന്നെ പേഴ്സണലി പാവമാണ്. പക്ഷേ പിന്നെ നമ്മുടെ സെക്രട്ടറിയുടെ ഒരു മോസ്റ്റ് ഒബീഡിയന്റ് സർവന്റ്. എക്സാക്ട്ലി ആ റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് കഥകളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. 55 ലക്ഷം രൂപയുടെ കണക്കില്ല എന്ന് പറഞ്ഞാൽ പിരിച്ചു കിട്ടാത്ത കുറെ കാണും, അതിന്റെ പലിശ എല്ലാം കാണും. എങ്കിലും ആ കെട്ടിടത്തിന്റെ പുറകുവശത്തെ ഗേറ്റ് വിറ്റതിന്റെ പൈസ അതറിയാമല്ലോ എല്ലാവർക്കും. പുറകുവശത്തെ മറ്റേ റോഡിലോട്ടുള്ള ഞാൻ പറയാം, ഞാൻ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോഴേ അതിൽ ജോയിൻ ചെയ്ത ഒരാളാ. പിന്നെ അപ്പൊ നമ്മുടെ ഫ്ലാറ്റിന് A ബ്ലോക്കില് ആണെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ഉള്ളതാ. അപ്പൊ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്, അപ്പോഴാണ് B ബ്ലോക്കിൽ 2 ഫ്ലാറ്റ് കമ്പൈൻ ചെയ്ത് എനിക്ക് തരാമെന്ന് പറഞ്ഞ് അത് ഒരു ഇന്റേണൽ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഇത്തിരി വളരെ വലിയൊരു ഫ്ലാറ്റ് ആക്കിയ. അതിനെന്തോരം മാത്രം ഇവരുണ്ടാക്കിയാന്നറിയാം. 2 ഫ്ലാറ്റിന്റെ മെയിൻ്റെനൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ന്യായമല്ലയോ മാഷെ? സ്ക്വയർ ഫീറ്റ് അനുസരിച്ച എല്ലായിടത്തും റേറ്റ് അങ്ങനൊന്നും അല്ല. പിന്നെ അതിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് വരുന്ന ഞാൻ സുഖമില്ലാത്തതുകൊണ്ടാ കുറെ നാളായി വരാൻ പറ്റ. ഞാൻ ഒരു 6 മാസം കുട്ടിയിലെ വരുന്നതായിരുന്നു. ഇപ്പൊ വരാൻ സാധിക്കത്തില്ല. എന്റെ അനന്തരവൻ ഒരു പയ്യനുമാണ് അവിടെ താമസിക്കുന്നത്, വൈശാഖ്. പിന്നെ നമുക്കിപ്പോ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോണ്ട, അത് പിന്നീട് സംസാരിക്കാം. ഞാൻ പറയട്ടെ ഇത് ഫ്ലാറ്റ് ആദ്യം ഈ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ അങ്ങ് ഇട്ടിട്ട് പോയി. പിന്നെ നമ്മള് അറിയാമല്ലോ. അല്ലെ ഈ സംസാരിക്കുന്ന ആരാ? ഞാൻ മാത്യു, E4 അല്ലേ? ഞാനും കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തൊട്ടുള്ളതാണ്. ഞാനാണ് ഈ ഫ്ലാറ്റ് സെറ്റ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ഈ കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആദ്യമേ ഉള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂയിലോട്ട് അതിന് അന്ന് പ്രശ്നങ്ങൾ നടന്നതാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അസോസിയേഷൻ സെറ്റപ്പായി. അന്ന് മുതലേ ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പം വിഷയം അതല്ല. അയാളുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഫ്ലാറ്റാണ് അസോസിയേഷൻ കൊണ്ടുപോകുന്ന നമ്മുടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഫ്ലാറ്റ് കണ്ടു കാണത്തില്ല എന്തുവാന്നുള്ളത്. അത് കൊച്ചിയിലും കേരളത്തിലുള്ള എനിവേ ഇങ്ങനൊക്കെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇതിന് പറഞ്ഞ് ഭയങ്കര വഴക്കൊക്കെ ഇട്ടതാ 1-2 പ്രാവശ്യം. മിസ്റ്റർ ജോൺ ആണോ? ഞാൻ പ്രകാശ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനും ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാലത്ത് അടുത്ത വീടാണ്. പിന്നീടാണ് ഇവര് ഓടി പോകുന്നതും എല്ലാം ഈ കൺസ്ട്രക്ഷൻകാർ ഓടിപ്പോയത്. അല്ല, ഇപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. ആ ഇലക്ട്രിസിറ്റിയുടെ റിപ്പോർട്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവിടെ ഏത് നിമിഷവും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാം. ആര് ഉത്തരവാദിത്വം പറയും? ഒരു ഡിപ്ലോമ ഹോൾഡറെ അവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വെച്ചിട്ടില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഏത് നിമിഷവും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അത് ഈ കുട്ടപ്പന് പകരം ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമയോ
മെക്കാനിക്കൽ ഡിപ്ലോമ ആയാലും കുഴപ്പമില്ല. See, ഉള്ള ഒരാളിനെ ആ കെട്ടിടത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിന്റെ വർക്കിംഗ് ഡയഗ്രാം ഇല്ല, പൈപ്പിംഗ് ഡയഗ്രാം ഇല്ല. ഇതൊക്കെ അറിയാവുന്ന കുട്ടപ്പന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടപ്പനെ ഒരു കുട്ടപ്പനെക്കാട്ടി മുമ്പ് ഇവിടെ വേറെ നേരത്തെ ഒരാളുടെ, ഞാൻ പേര് മറന്നുപോയി, നല്ല സുന്ദരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കുട്ടപ്പന കൂലിയാണ്. നമ്മള് ശരി, പക്ഷേ ആ കെട്ടിടത്തിൽ ആർക്കും ഇതിന്റെ ഡയഗ്രാം അറിയില്ല. താമസിക്കുന്നവർക്ക് അറിയത്തില്ല, അത് വേറെ കാര്യമാണ്. ഇല്ല, ആർക്കും അറിയത്തില്ല. അയാളെ പറഞ്ഞു വിട്ടു. ഷാർജയ്ക്ക് പോയി ആ പുള്ളിക്ക് ഓരോ ഫ്ലാറ്റിലെ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. ചെയ്യുകയും ചെയ്യുമായിരുന്നു. അയാൾ പോയി. ഇപ്പൊ അങ്ങനെ ഒരാളില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കഥയില്ല. ഞാൻ പറഞ്ഞത് ഈ അക്കൗണ്ടന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞോണ്ട് പറയാം. അയാളെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നല്ല അടുപ്പമുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്, നല്ല വ്യക്തിയുമാണ്. രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു, അവിടെ ഉണ്ടാക്കിയ കറക്ഷൻ നിമിത്തം അയാളെ സസ്പെൻഡ് ചെയ്തു, കാര്യങ്ങൾ അതൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ പുള്ളി ആദ്യ കാലത്തെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക. ഈ ഭാസ്കരൻ പ്രസിഡന്റ് ആയിരുന്നു ആദ്യകാലത്ത്. പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പുള്ളിക്ക് മനസ്സിലായി പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞാൽ ഇതിന് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുള്ളി മാറി പിന്നെ സെക്രട്ടറി ആയിട്ട് വന്നത്. ഇപ്പോഴത്തെ വിഷയം ഞാൻ ചോദിക്കുന്നത്, ഇടപെട്ടോട്ടെ ഒരു സെക്കൻഡ്. ഇപ്പം നിങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി നമുക്കെല്ലാം അറിയാവുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളാണ് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കൂടിയതിന്റെ ഉദ്ദേശം എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് മുന്നോട്ട് ഇനി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതർ ദാൻ പ്രോബ്ലംസ്, എല്ലാവർക്കും ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ശരി, ആ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം മാക്സിമം ബ്ലോ അപ്പ് ചെയ്യുക. ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം മാക്സിമം ബ്ലോ അപ്പ് ചെയ്യുക, അതൊരു വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഒരു പോയിന്റ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഇഷ്യൂസ് എല്ലാം നമുക്ക് എല്ലാം ഈ പറഞ്ഞതുപോലെ അറിയുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഇന്ന് മുതൽ മുന്നോട്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഹൂ വിൽ ബി ദ റെസ്പോൺസിബിൾ പേഴ്സൺ, അല്ലെങ്കിൽ ഹൂ എൽസ് വിൽ ബി ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ഈ നമ്മളിപ്പോ ഒരു 33 പേരുണ്ട്. 33 പേർക്കും ഒരുമിച്ച് കൂടിയോ അല്ലെങ്കിൽ 33 പേരും കൂടി ഒരിടത്തും അത് ആള് കൂടി കഴിഞ്ഞാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്റെ ഒരു സജഷൻ, ബാക്കി പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്നോട്ടെ. ഒന്നുകിൽ ഒരു എന്താ പറയുക, നമ്മള് ഈ അഡ്ഹോക് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൺവീനർ ഓർ ജോയിന്റ് കൺവീനർ, അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ചുമതല. ആളായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഫൈനാൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഈവൻ മറ്റ് പൊളിറ്റിക്കൽ ആവശ്യമുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ, അതല്ല ഈ ക്രമസമാധാനപരമായിട്ട് മറ്റു കാര്യം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മള് പോലീസ് പരമായ കാര്യങ്ങൾ, ഇപ്പൊ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള എല്ലാ 4 സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം നമ്മൾക്ക് നമ്മളെ എല്ലാം ഗൈഡ് ചെയ്യുക എന്നുള്ളത് കൂടിയുണ്ട്. ഒരു കാര്യം ശ്വേതനെ ഏറ്റെടുക്കട്ടെ, ഞാൻ സപ്പോർട്ടറാണ്. ഞാൻ പറയുന്നത് രണ്ട് ലേഡീസ് കൂടുതലായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്, അവർ രണ്ടും കൂടി മുന്നോട്ട് പോട്ടെ. എക്സാക്ട്ലി, പോട്ടെ. അപ്പൊ ശ്വേതയും പ്രിയയും കയറിക്കോട്ടെ, നോ പ്രോബ്ലം. അവർക്ക് ബലമായിട്ട് ഒരു ജംഗ്ഷന്റെ ഭാഗത്ത് ഒരാളുടെ ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. സജിത്തോടെ ഇല്ലേ? അല്ലല്ല, ഒബിയസ്ലി ശ്വേത ഉണ്ടെങ്കിൽ സജിത്തുണ്ടല്ലോ, ഗതി ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടല്ലോ, 100% ഉണ്ടല്ലോ. പിന്നെ നമ്മളവര് മുന്നെത്തിയത് മാത്രമേ ഉള്ളൂ. ബാക്കിൽ നമ്മൾ കണ്ടൊക്കെ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുമല്ലോ. അതുകൊണ്ട് അതും വരിക്കട്ടെ, അതുണ്ട്. അതിന് പകരം മറ്റുള്ളവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന് പകരം മറ്റുള്ള ആൾക്കാരോട് പാർട്ടിസിപ്പേറ്റ് അല്ല, ഞാൻ അതിന് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒരു കൺവീനർ, ജോയിന്റ് കൺവീനർ തുടങ്ങിയ ഒരു 4-5 അംഗങ്ങളാണോ, അതോ ഒരു അഡ്ഹോക് കമ്മിറ്റി ആയിട്ടാണോ, എന്താണ് അത് ആദ്യം തീരുമാനിക്കുക? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇതിപ്പോ സജിത്തും ശ്വേതയും കൂടെ നിങ്ങളാണ് ആദ്യം തൊട്ട് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇത് ചെയ്തത് നിങ്ങളാണ്. അതിന്റെ ബാക്കിയുള്ള കോർട്ടിന്റെ കാര്യമായാലും എന്തായാലും. അപ്പൊ അത് നിങ്ങൾ ആദ്യം സംസാരിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇതെന്തൊക്കെയാണെന്നുള്ളത് പറ.
അത് കഴിഞ്ഞിട്ട് അല്ല, ഞങ്ങള് ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നമ്മളൊരു കമ്മിറ്റി ധാരണ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉണ്ടായിരുന്നൂടാ. ഞങ്ങൾ സത്യത്തിന് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ മുന്നേ ഒരു മീറ്റിംഗ് കൂടി 18 പേര് ഞങ്ങൾ ഇവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ താഴെ മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു. അത് നമ്മള് ഏകദേശം ഇന്ത്യൻ ആൾക്കാരുടെ ഇതിന്റെ പോസ്റ്ററുകളിലേക്ക് നമ്മൾ ധാരണ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ധാരണ ഇപ്പൊ പ്രിയ പറയും എന്താണെന്നുള്ള കാര്യം. ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് ആൾക്കാർ ഇവിടെ ഫ്രീക്വന്റ്ലി തമ്മിൽ കാണുന്നുണ്ട്. ആഴ്ചയിൽ മിക്ക ദിവസവും ഇതിന്റെ പുറകെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ കാര്യം ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ എല്ലാ കുടുംബത്തിലെ മെയിൻ കാര്യമാണ് ഇപ്പൊ ഇത്. അപ്പൊ ഇവരുടെ കുറിച്ച് അല്ലെങ്കിൽ ഇവര് സജിത്ത് ചെയ്തോട്ടെ ശ്വേത ചെയ്തോട്ടെ എന്നുള്ളത് പറയണ്ട. അത് അണ്ടർസ്റ്റുഡ് ആണ്. ആരും പറയാതെ തന്നെ അവർ ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കുന്നവരാണ്. ഇതിനകത്തുള്ള കാര്യം വ്യക്തികളല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലപാട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. കാരണം നമ്മളിപ്പം ഇതൊരു 25 വർഷം പഴക്കമുള്ള ഒരു ഫ്ലാറ്റ് ആണ്. ഇതൊരു പുതിയ ഫ്ലാറ്റ് അല്ല. ഒരു പുതിയ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഓണേഴ്സിന്റെയും ഒരു ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഘട്ടങ്ങളിൽ നിൽക്കുകയാണ്. കുറെ പേർക്ക് ഡ്യൂസ് ഉണ്ട്, കുറെ പേർക്ക് ഡ്യൂസ് ഇല്ല, കുറെ പേര് ഞങ്ങൾ ഭാസ്കറിന് കൊടുക്കില്ല, കുറെ പേര് പുതിയ അസോസിയേഷൻ വന്നാൽ കൊടുക്കാം. പലരും പല നിലപാടിൽ നിൽക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഫ്രം സീറോ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു കഷ്ണം കടലാസോ ഒരു രൂപയോ ഇല്ല. സോ നിങ്ങൾ ഇതിനകത്ത് ഡ്യൂസ് ഉള്ളവരും ഡ്യൂസ് ഇല്ലാത്തവരും പലതരത്തിലെ ആൾക്കാരുണ്ട്. സോ വ്യക്തികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ ആരിറങ്ങി നിന്നാലും നമ്മൾ എല്ലാവരും ജോയിന്റ് ആയിട്ട് തന്നെ ചെയ്യും. ആ വ്യക്തികൾ അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ? അതായത് എന്ത് പറഞ്ഞാലും നമ്മൾ കൂടേണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഹൗ യു ആർ ഗോയിങ് ടു ആക്ട്, ഈ ഡ്യൂസ് ഉള്ള ആൾക്കാർ എന്താണ് നിങ്ങളുടെ നിലപാട്, ഇതെല്ലാം നമുക്ക് വേണം. കാരണം ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഒത്തിരി എക്സ്പെൻസ് ഉണ്ട്. ഇന്ന് ഈ നിലയിൽ ഫ്ലാറ്റ് തള്ളിക്കൊണ്ട് പോകുന്ന ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് കൊടുക്കുന്ന ക്വാളിറ്റിയിലോ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു പ്രൊഫഷണലിസത്തിലോ നമ്മൾ ഒരു ഫ്ലാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മുന്നിലേക്ക് പോകാൻ പറ്റില്ല. അതിന് സാമ്പത്തികമായ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. മേ ബി തുറന്നു പറഞ്ഞാൽ ഈ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിൽ പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുവാണ്, അതിലൊരു വ്യത്യാസമൊന്നും വരാതിരിക്കാൻ. പക്ഷെ എന്നെ പോലെ ദാറ്റ് വിൽ ബി വെരി ടഫ്. ബിക്കോസ് നിങ്ങൾക്കറിയാം 61 യൂണിറ്റ് ഉള്ളതിൽ എത്ര പേരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ളത്. അപ്പോ ഇതിനകത്ത് ആ ഒരു മേഖലയിൽ നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. എല്ലാവരുടെ പ്രോബ്ലംസ് എല്ലാം ഇവിടെ നിൽക്കട്ടെ. പക്ഷെ ഫർദർ ഈ ഒരു അസോസിയേഷന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രിയ, ഞാൻ പറയട്ടെ, ഞങ്ങക്ക് ഡ്യൂസ് ഉണ്ട്. ഡ്യൂസ് അവിടെ നിൽക്കട്ടെ. നമ്മളൊരു ക്യാപിറ്റൽ എമൗണ്ട് ഇപ്പൊ ഇട്ടുകൊണ്ട് എല്ലാരും ഇട്ടുകൊണ്ട് അങ്ങനെ തുടങ്ങുമല്ലേ നല്ലത്. എന്നിട്ട് നമുക്ക് കണക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളത് പലിശ എന്ന് പറയുന്ന പലിശ ഒത്തിരി എഴുതിയിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാം. നമ്മളൊരു ക്യാപിറ്റൽ എമൗണ്ട് ഇട്ടുകൊണ്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആ ഡ്യൂസ് നിങ്ങൾ കണക്കെടുത്തിട്ട് കണക്ക് നോക്കി നമ്മൾ ബാക്കി ഏതായാലും ഡ്യൂസ് ഉള്ളത് ഞങ്ങൾ തന്നു തീർക്കും. ബിക്കോസ് പലിശ ഞങ്ങൾ ആകെ പാടെ താമസിച്ചിട്ടുള്ള ഒരു മാസം 2 മാസം പോലും ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. നമ്മൾ ഈ പറയുന്നതിനകത്ത് ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങൾക്ക് എത്രയാ ഡ്യൂസ് എന്നുള്ളത്. അത് ഒരാളും നിങ്ങളോട് വന്ന് ചോദിക്കുകയില്ല. അപ്പൊ നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്താ ഉള്ളതെന്ന്. അതാ ഞാൻ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഒരു പ്രഷറും ഇല്ല അതിനകത്ത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അസറ്റാ ഇവിടെ കിടക്കുന്നത്, അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ പരിപാലിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ, വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഞങ്ങൾ ഓൾവേസ് വിത്ത് യു. എന്ത് പറഞ്ഞാലും ഉണ്ട്. ഡ്യൂസിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ കാര്യത്തിലാണെങ്കിലും എവറിത്തിങ് ബി വിത്ത് യു. പ്രിയ, ഇതിനകത്തെന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് നാളായിട്ട് കൊടുക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കറക്റ്റ് എമൗണ്ട് ഫിഗർ അറിയില്ല. എന്റെ കാര്യം പറയുകയാണ്. കാര്യം വേറൊന്നുമല്ല, പ്രാവശ്യം കോട്ട് ചെയ്യുമ്പോഴത്തേക്കും അയാളൊരു പെർസെന്റേജ് 25 അയാൾക്ക് തോന്നിയ പോലെ കുറെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് അത് കോട്ട് ചെയ്തിട്ടുള്ളത്. സ്വപ്ന ചേച്ചി, ഒറ്റൊരു കാര്യം, നമ്മളിവിടെ ഇൻട്രസ്റ്റ് എന്നൊരു കാര്യമേ സംസാരിക്കേണ്ട. നമ്മൾ അങ്ങനെ ചിന്തിക്കണമില്ല. ഓൺലി ദ ഡ്യൂസ്. ഇൻട്രസ്റ്റ് ഒക്കെ ഭാസ്കരന്റെ കോൺസെപ്റ്റും വേർഡ്സും ആണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അല്ല, പ്രിയ പറഞ്ഞൊരു പോയിന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് ഡ്യൂസ്. ഞാൻ ഓരോരോ റേറ്റ് ആണ് തരുന്നത്, ഓരോരോ എമൗണ്ട് ആണ് തരുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ കഴിയില്ല. പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു സപ്പോസ് ഇപ്പം ഒരു മാസം 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപ വെച്ചിട്ട് ആണെങ്കിൽ 12 മാസം ഒരു വർഷം ഒരാൾക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ്? ഒരു 30,000 ആണ് ഇയർ. അപ്പൊ അങ്ങനെ ഒരു റഫ്ലി എന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം.
പിന്നെ ഈ പറയുന്ന പോലെ അയാൾ പല പല എക്സ്പെൻസും ആഡ് ചെയ്ത് അക്കൗണ്ട് ചെയ്ത് ബേസ്ഡ് ഇത് ഒരു സെക്കൻഡ് എനിക്കൊരു പോയിന്റ് കൂടി ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ്. ഇപ്പൊ ഡ്യൂസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയുന്നതിനുള്ള സെക്കൻഡ് സ്റ്റേജ് അല്ലേ അത്. ഡ്യൂസ് മറ്റു കാര്യങ്ങളും ഈ മെയിൻ്റനൻസ് കാര്യങ്ങളും ഈ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ഇപ്പൊ കേസ് നമ്മൾ വിജയിച്ചോ? സർ കാര്യം കേസ് അല്ലേ ഞാൻ ചോദിക്കട്ടെ, കേസ് വിജയിച്ചിട്ടില്ല. കേസ് ഇപ്പോ ഒരു പൊസിഷനിൽ എന്താണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഒന്ന് ഇടപെട്ടോട്ടെ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സെക്കൻഡ് ഈ കേസ് എങ്ങനെ വിജയിപ്പിക്കുക, ഫസ്റ്റില് കേസ് ഏത് രീതിയിൽ എത്തിക്കുക, കേസ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു പോയിന്റ് കൂടി എന്റെ സംശയം ചോദിക്കട്ടെ. ഞാൻ ഡ്യൂസ് ഇപ്പൊ റീസെന്റ് ഞാൻ ഡ്യൂസ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തയ്യാറാണ്. ഈ ഡ്യൂസ് ഏൽപ്പിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കേണ്ടത്? ഏൽപ്പിച്ചാൽ സപ്പോസ് ഞാൻ 1 ഇയറിന്റെ ഡ്യൂസ് 36,000 ഓർ 30,000 ഞാൻ ഏൽപ്പിച്ചാൽ നിങ്ങളിൽ ആര് എന്താ ചെയ്യുക? നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ടോ അവിടെ? ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ? നമ്മളിപ്പോ ആരും ജ്യൂസ് വാങ്ങുന്നില്ല, ഇപ്പൊ വാങ്ങുന്നില്ല. നമ്മൾ ആ ജ്യൂസ് വാങ്ങുന്ന സെക്കൻഡ് സ്റ്റേജിലാണ് ഇപ്പൊ. അവിടെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഒരു പോയിന്റ് ഇട്ടിരുന്നു. നമ്മള് ഒരു മീറ്റിംഗ് എടുക്കുമ്പോൾ ഒരു ഫോർമൽ അജണ്ട വേണം. എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ 30 പേരുണ്ട് അല്ലെങ്കിൽ 35 പേരുണ്ട്. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. വി ഷുഡ് സ്റ്റേ ഇൻ അജണ്ട ഓൺലി. കാരണം നമ്മുടെ എല്ലാവരുടെ സമയത്തിന് ഇതില്ലേ, മണി ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ 8:30-9 മണി ആവുന്നു. നമ്മുടെ ഒരു അജണ്ട വേണം. ആ അജണ്ടയെ കണ്ടക്ട് ചെയ്യാൻ ഒരാള് വേണം. ഒരു ഫോർമൽ സംഗതി എടുക്കുക. ഇതിന്റെ കാര്യം യാതൊരു തെറ്റുമില്ല. കാര്യം ഇപ്പൊ നമ്മളൊരു അഡ്വക്കേറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് നമ്മൾ ഫീസ് പേയ്മെന്റ് കൊടുക്കണം. ഇവിടെ ഇനീഷ്യൽ തന്നെ നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ ചേർത്ത് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് നമ്മൾ കേസ് കൊടുത്തത്. ശരിയല്ലേ സൈതേട്ടാ ഞാൻ പറഞ്ഞത്? ഡെഫിനറ്റ്ലി ഫണ്ട് നെസസറി തന്നെ, ഒരു സംശയമില്ല. ബിക്കോസ് ഇഫ് യു ആർ ഗോയിങ് ടു അപ്രോച്ച് അഡ്വക്കേറ്റ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു പേ ദ ഫീസ് ഫോർ ദ അഡ്വക്കേറ്റ്. അതൊരു കാര്യമാണ്. അപ്പൊ അതില് ഞാനൊരു സജഷൻ തരണ്ട് നിങ്ങൾക്ക്, ജസ്റ്റ് ഒരു സജഷൻ. നമ്മള് ഈ നിമിഷം വരെ ഒരാൾ ഇപ്പൊ എനിക്ക് കൊടുക്കാൻ 4 വർഷത്തെ ഉണ്ട്, അതെനിക്കറിയാം എന്തിനാന്നുള്ള കാര്യം. ഇൻട്രസ്റ്റ് സംഭവം നിങ്ങൾ മറന്നേക്ക്, ഇൻട്രസ്റ്റും എല്ലാം മറന്നേക്ക്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അല്ല. നമുക്ക് എന്താണാവോ ഇപ്പത്തെ കണ്ടീഷനിൽ നമ്മൾ ഡ്യൂസിന്റെ അതൊക്കെ കൊടുക്കാൻ പറ്റുക? ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ 2 ലക്ഷമോ അല്ലെങ്കിൽ 1 ലക്ഷമോ അത് നമുക്ക് തൽക്കാലം ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അതിപ്പോ നിങ്ങൾ ജ്യൂസ് പിന്നെ നോക്കിയാൽ മതി. ജ്യൂസിൽ ഇപ്പൊ ജ്യൂസില്ല, ജ്യൂസ് ഇപ്പൊ എന്തായാലും ചോദിക്കാൻ പോകില്ല. ഞാൻ ഒരു കാര്യം സജിത്ത്, ഞാൻ ഒരു കാര്യം ഇപ്പൊ വിഷയത്തിൽ മാറുന്നു. എന്റെ ഒരു പോയിന്റ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു നിർത്തുകയാണ്. സാറ് മെയിൻ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ലീഗൽ കാര്യത്തിന് നമ്മൾ ഒരു മിനിമം എമൗണ്ട് ഫിക്സ് ചെയ്യുക. ലീഗൽ കാര്യം സെപ്പറേറ്റ്, മെയിൻ്റനൻസ് സെപ്പറേറ്റ്. ലീഗൽ കോൺട്രിബ്യൂഷൻ ആണ്, ലീഗലിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ആണ്. അതിന് സാറേ അതിന് നമ്മൾ ഒരു മിനിമം, സാർ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു മിനിമം എമൗണ്ട് സേ 3,000 അതല്ലെങ്കിൽ 5,000 എന്ന് പറയുന്നത് ഒരു മിനിമം എമൗണ്ട് ആണ്. ആ എമൗണ്ട് ഫിക്സ് ചെയ്യുക. ഇത് മിനിമം എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇതിന്റെ കൂടുതൽ ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് ഞാനൊരു എമൗണ്ട് പറയുന്നില്ല, ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇതിന്റെ മേളിൽ ചെയ്യുന്ന ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. ഞാൻ അപ്പൊ അതുകൊണ്ട് മിനിമം 3,000 അത് ഓൺ ബൈ ഓൺ പോയിന്റ്. ആദ്യം നമുക്ക് ഈ കേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ വേണ്ടത്, അതിന് മുന്നിട്ട് ഞാനൊരു കാര്യം നമ്മള് ഫിനാൻസുമായി ബന്ധപ്പെട്ട് സാറേ കേൾക്കുന്നുണ്ടോ? ഫിനാൻസുമായി ബന്ധപ്പെട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ധാരണ വന്നു. അതായത്
നമ്മള് ഇപ്പം നമ്മൾ ആ പഴയ ഡ്യൂസിന്റെ കാര്യത്തിലെല്ലാം കോടതിയുടെ ഫൈനൽ വിധിക്ക് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും അതിന്റെ ഫൈനൽ തീരുമാനങ്ങളിലേക്ക് എത്താമെന്നുള്ളതാണ് ഒരു സംസാരം വന്നത്. കേസിന്റെ സ്ഥിതിയിൽ ഇപ്പൊ നമുക്ക് ഓൾറെഡി സ്റ്റേ കിട്ടിയിട്ടുണ്ട്. നമ്മളാണ് ഒരു അഡ്വാൻസ്ഡ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഫൈനൽ ഈ ബൈലോ ഒക്കെ അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വിജയമായിട്ട് തന്നെ കണക്കാക്കാം. ഇതില് ഈ ഫിനാൻസ് നമുക്ക് പഴയ ഡ്യൂസ് വെച്ച് നമുക്ക് അത് ഇത്ര രൂപ ഇട്ടു എന്നുള്ള രൂപത്തിലല്ല നമ്മൾ കാണേണ്ടത്. നമുക്കിത് തുടങ്ങാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പൈസ എല്ലാവരും അഡ്വാൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ അഡ്വാൻസിൽ ഡ്യൂസ് ഉള്ള ആളുകൾ കുറച്ച് കൂടുതൽ അഡ്വാൻസ് ചെയ്താലും നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ മന്തിലുള്ള ഇതായിട്ട് എമൗണ്ട് ആയിട്ട് അതിനെ കണക്കിലെടുത്തുകൊണ്ട് പഴയ ഡ്യൂസ് പിന്നീട് ഈ കോടതി വിധിക്ക് ശേഷം ഇതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഴയ ഡ്യൂസ് വെച്ച് എല്ലാവരും അങ്ങനെയുള്ള ഒരു തരണമൊന്നും അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള രൂപത്തിലല്ല. ഫ്രം സീറോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഓരോരുത്തരായിട്ട് ഈ കഴിയുന്ന ഈ രൂപത്തിലുള്ള ഒരു അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പഴയ ഡ്യൂസുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കുഴിയിൽ പഴയ ശവക്കുഴി തോണ്ടി അതിന്റെ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് കാര്യമില്ല. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇനിയിപ്പോ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു മാസം നമുക്ക് എത്ര രൂപ ചെലവാകും, ഈ ക്ലീനിങ്ങിന് എത്ര നമുക്ക് കൊടുക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ഒരു ബഡ്ജറ്റ് ചെയ്തിട്ട് അതിന്റെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിനോട് ഒന്നും കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും 5,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം ചെയ്തിട്ട് അതിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി 5,000 തന്നു കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലം എമർജൻസി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണോ വേണ്ട ആ സമയത്ത് നമുക്ക് നമ്മളെല്ലാവരും ഗ്രൂപ്പായല്ലോ. പിന്നെ കേസ് ഞങ്ങൾ സജിത്തേട്ടാ ഒന്നും ഓഡിബിൾ അല്ല എല്ലാം ഒരാളൊഴിച്ച് ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്യുന്നതല്ല, ഇത് ടിവിയിൽ കണക്ട് ചെയ്തിരിക്കുന്നവര് അതൊന്ന് ഇത് ചെയ്താൽ മതി. മ്യൂട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പോൾ ഇനീഷ്യലി ഞങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 5,000 rupees ആണ് എല്ലാവരും ഈച്ച് ആൻഡ് എവറി ഓണർ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ആൾക്കാർ തരാനുണ്ട്, ഞങ്ങൾ ചോദിച്ചിട്ടില്ല അവരുടെ. അപ്പൊ അവര് ആ പൈസ വന്നു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് കേസ് നടത്താനുള്ള പൈസ. ഒരു സെക്കൻഡ്, ഇനിഷ്യൽ 5,000 എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാമോ? 5,000 സാർ ഫിക്സ് ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഇനിഷ്യൽ എമൗണ്ട് 5,000, അതിന്റെ കൂടുതൽ ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതൊരു കോൺട്രിബ്യൂഷൻ, അങ്ങനെ ഫിക്സ് ചെയ്യാമോ? ഒരു തീരുമാനം വരട്ടെ, 1 by 1 തീരുമാനം. സാറേ 5,000 എന്ന് പറയുന്നത് ലീഗലായിട്ട് ഇത് ചെയ്യാനായിട്ട് അതിന് വേണ്ടി ആണ് സാറ്. അത് തന്നെയാണ് ഇത് നമ്മളുടെ ലീഗൽ ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇത് വേറെ യാതൊരു കാൽക്കുലേഷനും ഇല്ല. ഇതിന്റെ മെകളിൽ ഈ 5,000 മെകളിൽ ആർക്ക് എത്ര വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ കഴിയും. അതിനേക്കാളും അത്യാവശ്യമായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യം എന്ത് ചെയ്യാൻ പോകുന്നു? അതിപ്പം പ്രസന്റ് ചെയ്യേണ്ടത് അത് വളരെ അത്യാവശ്യമാണ്. അവിടെ താമസിക്കുന്ന ലിഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരെയും ബാധിക്കും. അത് നമ്മൾക്ക് ആർക്കെങ്കിലും പോയി ചെയ്യാൻ കഴിയുമോ ലീഗലി? ഇല്ല, ഇതിന്റെ അസോസിയേഷൻ റെപ്രസെന്റേറ്റീവിന് കഴിയും. സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പേര് രതി എന്നാണ്, D7 ഫ്ലാറ്റ്. സർ ഇപ്പൊ നമ്മളിപ്പോ ഈ കേസിന്റെ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. അത് നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തു, അതില് നമുക്ക് സ്റ്റേ ഓർഡർ കിട്ടി, മീഡിയേഷന് വിളിച്ചു, മീഡിയേഷൻ ഇപ്പൊ ഫെയിൽ ആയിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് പോകും. അത് കഴിയുമ്പോൾ ഇനി അഡ്വക്കേറ്റ്സ് തമ്മിൽ കോടതിയിലായിരിക്കും ഇനി അടുത്ത അതിന്റെ കൂട്ടത്തിൽ നമ്മള് ഒരു സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡിംഗ് അതെ അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. അടുത്ത് നമ്മളൊരു നമ്മളിപ്പോ ഇലക്ട്രിസിറ്റി ജനറേറ്ററിന്റെ കാര്യം എന്ത് ചെയ്യാൻ പോകുന്നത്? ആ ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റ് അവര് പറഞ്ഞ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട്
അപ്പോ നമ്മളിപ്പോ പിന്നെ അടുത്ത ഒരു സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈലോ നമുക്ക് പുതുക്കണം എന്നുള്ളത് അതിനകത്ത് വരും. അതിനോടൊപ്പം തന്നെ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന സെക്രട്ടറി മാത്രമല്ല അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനും എതിരായിട്ട് തന്നെ ഒരു ക്രിമിനൽ കേസും കൂടി ഫയൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ സ്യൂട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ളത് ഒരു സ്യൂട്ട് നമുക്ക് അവിടെ ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ട്. ഇൻ ദ മീൻ ടൈം നമുക്കൊരു പുതിയ അസോസിയേഷൻ പാരലായിട്ട് നമുക്കൊരു പുതിയ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആക്ട് പ്രകാരമുള്ള 1983 കേരള അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആക്ട് പ്രകാരം നമുക്കൊരു പാരലൽ അസോസിയേഷൻ തുടങ്ങാനായിട്ട് പറ്റും. നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ നിയമവശങ്ങളും നമ്മൾ തേടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറ്റുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് രജിസ്റ്റർ ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് ഉള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം നമുക്ക് വേണം. അങ്ങനെ ഒരു പാരലൽ അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ അഡ്വക്കേറ്റ് അന്വേഷിച്ച് നമ്മളോട് വിത്തിൻ ഒരു 2 days നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു അക്കൗണ്ട് ഫോം ചെയ്യേണ്ടി വരും. ഒരു ജോയിന്റ് അക്കൗണ്ട്, 2 പേരുടെ പേരുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് നമ്മൾ തുടങ്ങേണ്ടതായിട്ട് വരും. പിന്നെ സെപ്റ്റംബർ തൊട്ട് നമുക്ക് അത് കളക്ട് ചെയ്യുന്ന രീതിയിൽ മെയിൻ്റനൻസ് നമ്മളിപ്പോ വാങ്ങിക്കുന്ന 2500 വെച്ച് നമുക്ക് പിരിക്കുന്ന രീതിയിലേക്ക് അത് പോകും. അപ്പൊ ഒരു പാരലൽ അസോസിയേഷൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാ പേരുടെയും ഒരു അഭിപ്രായമാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. മറ്റേ കേസും സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് നമ്മൾ പിന്നെ ഓൺഗോയിങ് ആണ്, അത് എവിടെയും നിന്നിട്ടില്ല. അത് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 5000 റുപ്പീസിന്റെ കാര്യം ഇപ്പം പറഞ്ഞത്. ഓരോരുത്തർ ഇടുന്നതിനെ കുറിച്ച്. പാരലൽ അസോസിയേഷൻ തുടങ്ങുന്നതിന്റെ കാര്യത്തിനെ കുറിച്ച് ചർച്ച വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ചർച്ച വേണം. പിന്നെ മാത്യു സാർ പറയുന്ന ഈ 71,000ന്റെ കാര്യം അത് ഇപ്പൊ തൽക്കാലം മീറ്റ് ചെയ്യേണ്ടത് നമ്മളല്ല. ഭാസ്കരൻ എന്ന് പറയുന്ന സെക്രട്ടറി, ഇപ്പൊ ഉള്ള സെക്രട്ടറിയാണ് അത് മീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അയാൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ക്രിമിനൽ കേസിലേക്ക് അത് പോകും. അല്ലെങ്കിൽ ഈ അതോറിറ്റീസ് അത് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ നമ്മൾ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും. അത് ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ നമുക്കിപ്പോ ഇദ്ദേഹം വരുത്തിവെച്ച ബാധ്യതകളൊന്നും നമുക്ക് പിന്നെ തീർക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലിഫ്റ്റിന്റെ AMC തന്നെ ജോൺസൺ ലിഫ്റ്റിന് അവര് കൊടുത്തിട്ടില്ല. ഒരൊറ്റ ലിഫ്റ്റിന്റെ മാത്രം AMC അതിന്റെ പകുതി എമൗണ്ട് മാത്രമേ ഭാസ്കരൻ ഇപ്പൊ തൽക്കാലം അടച്ചിട്ടുള്ളൂ. 30,000 രൂപ. ഒരു ലിഫ്റ്റിന് പെർ ലിഫ്റ്റ് 60,000 രൂപ AMC പേ ചെയ്യേണ്ടതാണ് വർഷാവർഷം. പക്ഷെ ജോൺസൺ ലിഫ്റ്റുകാർ തന്നെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് അവര് റിന്യൂവലിന് വേണ്ടി വിളിക്കുമ്പോൾ ഇദ്ദേഹം ഫോൺ എടുക്കാറില്ല. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് പിന്നെ ഒരു കുറച്ച് എമൗണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 30,000 ആ 30,000 തന്നെ അടയ്ക്കാൻ അയാൾ പിന്നെ ബാധ്യസ്ഥനായതാണ്. നമ്മളിവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ, നമ്മൾ താഴെ വന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ. പക്ഷെ ബാക്കി ലിഫ്റ്റുകൾക്ക് ഇപ്പോഴും AMC അടച്ചിട്ടില്ല. അതുകൊണ്ട് ലിഫ്റ്റ് എല്ലാം ഏത് സമയം വെറുതെ വന്ന് മാനുവലി ഇവരിങ്ങനെ തൊട്ട് വെച്ചിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ജോൺസൺ ലിഫ്റ്റുകാർ പറഞ്ഞു അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. വെറുതെ തൊട്ട് വെച്ചിട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറി പിന്നെ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 17 പേര് മാത്രമേ ഉള്ളൂ ഡീഫോൾട്ടേഴ്സ് ആയിട്ട്. ബാക്കി 40ഓളം പേര് ഇയാൾക്ക് മെയിന്റനൻസിന്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പൈസയൊക്കെ ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളത് ഇത്രയും വർഷം കൊണ്ട് വാങ്ങുവാണല്ലോ. ഈ 40 പേരും അയാൾക്ക് കൊടുക്കുന്നുണ്ട്. കോടതിയിൽ വന്നപ്പോ അയാളുടെ തന്നെ ലോയർ പറഞ്ഞ കാര്യമാണ്, 40 പേരെ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പൈസ എല്ലാം എവിടെ പോയി? ബാലൻസ് ഷീറ്റ് ആൾ തരുന്ന കണക്ക് ശരിയല്ല. പിന്നെ ലിഫ്റ്റിന്റെ ലൈസൻസ് ഇതുവരെയും സാർ ഒരു കാര്യം, ലിഫ്റ്റിന്റെ ലൈസൻസ് ഇല്ല പഴയ കാര്യമല്ല സാർ, പഴയ കാര്യമല്ല. ലിഫ്റ്റിന്റെ ലൈസൻസ് ഇപ്പൊ വന്ന എമർജൻസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന്റെ ലൈസൻസ് എടുത്തിട്ടില്ല. 2012 ലിഫ്റ്റിന്റെ ലൈസൻസ് എടുക്കണമായിരുന്നു. അത് ഇതുവരെയും എടുത്തിട്ടില്ല. ഇപ്പോഴും അത് പെൻഡിങ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എക്സിസ്റ്റിംഗ് ആണ്. ഈ ബാധ്യതകൾ നമുക്ക് ഇപ്പൊ തൽക്കാലം തീർക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് സാറേ, നമ്മളിപ്പോ ഇവിടെ ഇരുന്നും കൊണ്ട് ആരെങ്കിലും ഒരാളെ ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാല് അദ്ദേഹത്തിന് പോയി ലൈസൻസ് എടുക്കാൻ കഴിയോ? ലൈസൻസ് പറ്റില്ല. അപ്പൊ എന്താ വേണ്ടത്? നടക്കാത്ത കാര്യമാണ്. നമുക്കിപ്പോ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു പാരലൽ അസോസിയേഷൻ നമുക്ക് ഫോം ചെയ്യാം. അതിനോടുള്ള എല്ലാവരുടെ അഭിപ്രായം ഒരു ഫോർമൽ വേണം. നമ്മുടെ ഇൻബിറ്റ്വീനസിൽ ഒരു ഫോർമൽ ബോഡി വേണം സാറേ. അതൊക്കെ നമുക്ക് പിന്നെ
ലീഗലി പിന്നീടാവട്ടെ സാറേ, ലീഗലി നമുക്ക് പിന്നീടാവട്ടെ. ഇപ്പോ നമ്മൾക്ക് ഈ കാര്യങ്ങള്, അത്യാവശ്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സജിത്തോ ശോഭയോ രതിയോ ഹുവർ എല്ലാവരും ഉണ്ട്. അവരൊരു 7-8 പേര് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ കൂടെ അവരിൽ കുറച്ച് അറിയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എനിക്ക് തോന്നുന്നു 4 വർഷത്തിലേറെയായി സജിത്ത് ഇതിന്റെ പുറകിലുണ്ട്. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് 2019 മുതലാണ്. കൊറോണയ്ക്ക് മുന്നാണ് സംസാരിക്കുന്നത്. അത് മുതലുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ അവര് നിൽക്കുന്നു, നമ്മൾ നിൽക്കുന്നു, നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ ഒക്കെ ഒരാൾ വിളിച്ചു, ശരിയാ. അടുത്ത നമ്മുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ ഒരാൾ, ഒരു ഉത്തരവാദിത്തത്തിന് ഒരാൾ വേണ്ടേ? നമ്മൾ ഇപ്പോൾ ഈ കോൺട്രിബ്യൂഷൻസും ഈ കേസ് നടത്തുന്നതിനും അതിന്റെ കണക്കുകൾ എത്തിക്കുന്നതിനും എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ അത് സ്വമേധയാ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, അതല്ല ഞാൻ പറയുകയാണ്. ഇനി അതിനേതെങ്കിലും ഒരാളെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാഫിനെ വെക്കുക. നമ്മൾ ഈ ഗ്രൂപ്പ് തന്നെ അങ്ങ് വെക്കാം നമുക്ക് വേണമെങ്കിൽ. അതല്ല, നമ്മളിൽ ഉള്ള ആൾക്കാർ ചെയ്യാൻ കോൺട്രിബ്യൂഷൻ, അതായത് സ്വയമേ ചെയ്യാൻ താല്പര്യമോ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ. ഞാൻ പറയുന്നത് ഇത് കൊണ്ടു നടത്താനല്ല, ഇതിന്റെ കണക്കുകൾ സൂക്ഷിക്കുക, ഈ ഡോക്യുമെന്റ്സുകൾ സൂക്ഷിക്കുക. ഇതെല്ലാം സജിത്ത്, ഞാൻ മനസ്സിലാക്കുന്നു സജിത്തും ശോധയുമാണ് ഇപ്പോൾ ആ ഒരു ബേർഡൻ അവർക്ക്. കാരണം അവരവിടെ താമസിക്കുന്നു, ഞാൻ അവിടെ താമസിക്കുന്നില്ല, സോറി ഞാൻ പറയുകയാണ്. പക്ഷേ ഞാൻ ഈ 4 വർഷമായിട്ട് അവരുമായിട്ട് വളരെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പറയുകയാണ്, വേണമെങ്കിൽ ഒരു സ്റ്റാഫിനെ, ചെറിയ ഒരു സ്റ്റാഫ്, ഇതൊക്കെ അവർ സ്വയം ചെയ്യാനല്ല, ഈ കാര്യങ്ങൾ സൂക്ഷിക്കാനും എടുക്കാനും ഒരു സ്റ്റാഫിന് വെക്കുക, അല്ലെങ്കിൽ ഒരു കൺവീനർ, കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർമൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്ലീസ് അതിനെക്കുറിച്ച് സംസാരിക്കുക. കാരണം കഴിഞ്ഞത് ലിഫ്റ്റിന്റെ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അവിടെ ലിഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതിലുള്ള ഞാൻ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുകയാണ്, എനിക്ക് എല്ലാവരെയും ഫെമിലിയർ അല്ല എങ്കിലും ഞാൻ പറയുകയാണ്. ഇപ്പൊ ഓക്കെ, ഇതിലിപ്പോ സൈറ ബാനു എന്ന് പറഞ്ഞൊരു പേര് കാണുന്നുണ്ട്. നമ്മൾ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് പേര് സമ്മതിക്കും, കുറച്ച് സമ്മതിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ യുണീക്കായിട്ട് ഒരാളെ അല്ലെങ്കിൽ 2 പേരെ അല്ലെങ്കിൽ 5 പേരെ ആവട്ടെ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിക്കുന്നു. ആ ടീം എല്ലാ ദിവസവും അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് അവർ കൂടട്ടെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാസത്തിലൊരിക്കയോ 2 ആഴ്ചയിലൊരിക്കയോ ഇനി ദിവസം വേണമെങ്കിലും വിളിച്ചോളൂ, ഞങ്ങൾ ഇതുപോലെ എത്താം. പക്ഷെ ആരെങ്കിലും ഒരു 5 പേര്, നിങ്ങൾ 5 പേരോ 3 പേരോ നമ്മൾ ഫോർമലായിട്ട് പറയുകയും അവർക്ക് നമ്മൾ സ്വമേധയാ കൊടുക്കുകയും. ഇനി അതിനാണ് ഞാൻ വീണ്ടും പറയുന്നു, ഒരു സ്റ്റാഫിനെ വയ്ക്കണമെങ്കിൽ വയ്ക്കുക. അതിനുള്ള കോൺട്രിബ്യൂഷൻ ഹലോ, നമ്മൾ സ്റ്റാഫിനെ വെക്കുന്നതൊക്കെ നമുക്ക് ഞങ്ങളെ ഈ ഗ്രൂപ്പിൽ എന്താണോ ഡെയിലി ഡെവലപ്മെന്റ്സ് ഞങ്ങൾ എല്ലാവർക്കും ഗ്രൂപ്പിൽ അറിയിക്കും. ഓപ്പൺ ആയിട്ട് ട്രാൻസ്പെറന്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. വാട്ട് അബൌട്ട് എക്സ്പെൻസസ്, ആരൊക്കെ എന്ത് എക്സ്പെൻസ് പൈസ വന്നു, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും എടുത്ത് 5,000 rupees വാങ്ങിക്കൊടുത്തത്. അതിപ്പോ ശ്വേത കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട്സ്, ഞങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം ശ്വേതയും പ്രിയും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സലിൽ ഇന്ന് വിളിച്ച ഈ ഗൂഗിൾ മീറ്റ് ചെലവഴിച്ച ഇന്ന് വിളിച്ച ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആരെഴുതും? ആര് പ്രസന്റ് ചെയ്യും? വേണം, കമ്മിറ്റി റിപ്പോർട്ട് വേണം, മീറ്റിംഗ് വേണം. അല്ലാതെ ഇതൊരു വഴിപോക്കല് തിരിച്ചു പോകുന്നൊന്നും ആകാൻ പാടില്ല. ഇതൊരു ലീഗലി അവിടെ നിൽക്കട്ടെ. ലീഗലി നമുക്ക് ഇതിന് ഒരാളെ ചുമതലപ്പെടുത്തണം. ഓരോന്നിനും ഓരോ ആളെ ചുമതലപ്പെടുത്തണം. എല്ലാവരും കൂടി ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലത്തെ അഡ്വോക് കമ്മിറ്റി നമ്മൾ 3 പേരെ തെരഞ്ഞെടുത്തില്ലേ? ഇനി ഒരു 2-3 പേരെയും കൂടെ പറയുക പേരുകൾ. തീരുമാനമായല്ലോ. ശരി, ഞാൻ എന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മള് ഒരു അഡ്വോക് കമ്മിറ്റി 3 പേരായോ? ക്ലിയർ ആണോ? 3 പേരെ 3 ആണോ 5 ആണോ? 3 ആണോ 5 ആണോ?
5 വെച്ചോളൂ, 5 വേണോ, 5 ആള് വേണോ? ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരിടത്ത് നിക്കണം. 3 ആണോ 5 ആണോ? 5 പേര് വേണം. 5 പേര്. ശരി, ഒന്ന് എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ പ്ലീസ്? പറഞ്ഞോളി. ഒന്ന് ശ്വേത, ഓക്കെ. രണ്ടാമത് പ്രിയ, ഓക്കെ. മൂന്നാമത് രതി, ഓക്കെ. ഇപ്പൊ ഇത് 3 ഓണേഴ്സ് ആയി. ഇനി 2 പേരും കൂടി ഇതിനകത്ത് വരട്ടെ. ആർക്കും അത് വലിയ അവർ വന്നോട്ടെ. ഇല്ല, വേണം, ഇപ്പൊ തന്നെ വേണം. അത് ഇപ്പൊ തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ വന്നോട്ടെ. എന്താ കാരണം വെച്ചാല് അവർക്ക് ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാറേ. അപ്പൊ അതുകൊണ്ട് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ബില്ലിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ നമ്മൾ റെഡിയാണ്. ഇവൻ കല്യാൺ സുന്ദരം 1. ഓക്കെ, ശരി. 4 ഒരാൾ. ലക്ഷ്മി ചേച്ചി 5 പേര്. ശരി, 5 പേരടങ്ങുന്ന സാറേ, നമ്മളെ 5 പേരടങ്ങുന്ന മതി 5 മതി. ഈ 5 പേരടങ്ങുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് നമ്മൾ ഇതാ ചുമതല ഏൽപ്പിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന് ഒരു കൺവീനറും ജോയിന്റ് കൺവീനറും വേണം സാർ. ഇതിൽ തന്നെ ഒരു ടീം ലീഡർ വേണം. ഈ 5 പേർക്ക് അല്ല എങ്കില് ഒരു സെക്കൻഡ് ഞാൻ പറയാം. ശരി, ഞാനത് സമ്മതിച്ചു. ഇറ്റ്സ് ഓക്കെ. അപ്പൊ അത് ഇനി അടുത്ത കമ്മിറ്റിയിൽ നമ്മൾ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടുക. നിങ്ങളിൽ ആരാണ് ഒരു ടീം ലീഡർ? വേണ്ട ലക്ഷ്മി ചേച്ചി, എനിക്ക് പറ്റത്തില്ല. ലക്ഷ്മി ചേച്ചി കേൾക്കും. അതെ, ഈ 5-ൽ നിന്ന് ഒരാളെ പാടുള്ളൂ. വേറെ ഇനി ഒരാൾക്ക് അതിൽ തൽക്കാലം തീരുമാനം വരുന്നത് വരെ 5 പേരെന്ന് നമ്മൾ തീരുമാനിച്ചു. അവർക്കത് പോരാ, 2 പേരും കൂടെ വേണമെങ്കിൽ 2 പേരെയും കൂടെ അവരെടുത്തോട്ടെ. കാരണം ഇതിപ്പോ ഇനിഷ്യൽ സ്റ്റേജ് ആണ് എല്ലാവർക്കും. അപ്പൊ ഇതിനിപ്പോ ഫൈനാൻസ് ഒക്കെ കൈകാര്യം ചെയ്ത് അങ്ങനെയല്ല. ഇത് 5 പേരെന്നുള്ളത് 7 ആക്കണമെങ്കിൽ നമ്മൾ ഇനി അടുത്ത് കൂടുമ്പോ നമുക്ക് ആക്കാം. ഇപ്പൊ തൽക്കാലം 5 ഫിനിഷായി. ഇനി അതിൽ നിന്ന് കൺവീനറോ അല്ലെങ്കിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ ഹൂവർ, നോ ഇഷ്യൂസ്, വാട്ടെവർ പേര് നിങ്ങൾ ഇട്ടോളൂ. എനിക്കതിൽ സജഷൻസ് ഒന്നുമില്ല. എന്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺവീനർ, ഈ കൺവീനർ ആയിരിക്കണം അടുത്ത ദിവസം റിപ്പോർട്ട് തരേണ്ടത്. ആ കൺവീനറിന് ഞാൻ എന്റെ ഒരു ഇത് പറയാണ്, അഭിപ്രായം പറയാണ്. ആ കൺവീനറിന് ഈ 5 ബാക്കി അദ്ദേഹം ഉൾപ്പെടെയുള്ള 5 പേരിൽ ആർക്ക് വേണമെങ്കിലും ചുമതലകൾ കൊടുത്ത് ചെയ്തിട്ട്, പക്ഷെ ഈ കൺവീനറോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ സെക്രട്ടറി ഹൂവർ അവരായിരിക്കണം അടുത്ത നമ്മുടെ മീറ്റിംഗിൽ അജണ്ട സെറ്റ് ചെയ്ത് നമ്മളെല്ലാം വിളിച്ചു കൂട്ടേണ്ടത്. അതിന് ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാർ സഹായിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹായിക്കട്ടെ, അതൊന്നും നമ്മുടെ ഒരു ഇതില്ല. പക്ഷേ ആ രീതിയിൽ ഇനി സാമ്പത്തികമായ കാര്യങ്ങൾ അതൊക്കെയാണ് ഇവർ ഫിക്സ് ചെയ്തിട്ട് നാളെ ഒരു റിപ്പോർട്ടായിട്ട്, മീൻസ് അടുത്ത കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് തരട്ടെ വ്യക്തമായിട്ട്. നമുക്ക് ചോദിച്ചാൽ മതി. അല്ല, അത് മതി ആ രീതിയിൽ. ഓക്കെ, അടുത്ത പോയിന്റ് ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് പറയും. അപ്പം ഇപ്പൊ അടുത്ത പോയിന്റ് നമ്മൾ ഇന്നിപ്പോ വക്കീലിനെ കണ്ടിച്ച് വന്നിട്ട് വക്കീല് പറഞ്ഞ പ്രകാരം ഞങ്ങള് വിത്തിൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കൊണ്ട് ഞങ്ങളെ ബൈലോന്റെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലോട്ട് പോകും. അപ്പൊ ഞങ്ങള് ഇപ്പൊ സത്യത്തിൽ 7 മണിക്ക് എത്തി. അതായത് നമ്മൾ കുറച്ച് എത്താൻ നിങ്ങളോട് 8 മണി ലേറ്റ് ആയപ്പോ കാരണം നമ്മൾ 7 മണിക്ക് എല്ലാവരും പോയി വക്കീലിന്റെ അടുത്ത് വന്നത്. അപ്പൊ വക്കീല് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവരും ഓൾമോസ്റ്റ് നിങ്ങൾ സക്സസ് ആയിട്ട് തന്നെ ഉള്ളത് സത്യത്തിന്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഇനി പുതിയ ഇതുമായിട്ട് പൊക്കോളാനാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അത് പ്രകാരം വക്കീൽ ഏൽപ്പിച്ചിരിക്കാൻ പുതിയ ബൈലോന്റെ കാര്യങ്ങളും ബൈലോ ഉണ്ടാക്കാനും അതിന് ആസ് പെർ നമ്മളെ ഏത് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രകാരം, മറ്റേ പ്രകാരം നമുക്ക് വേണ്ട ബൈലോ വേണ്ട, പുതിയ ബൈലോ ഉണ്ടാക്കാൻ പുതിയ ബൈലോ ഉണ്ടാക്കുന്നത്. ആ ബൈലോ പുള്ളിക്ക് കുറച്ച് സമയം വേണം. എന്താ കാരണം വെച്ചാല് അതിൽ ഒരുപാട് നിയമങ്ങളും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷനും ഒരുപാട് ഇതുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് മുഴുവൻ ചെയ്തിട്ട് പുള്ളി എത്രയും പെട്ടെന്ന് ബൈലോ നമുക്ക് തരും. ആ ബൈലോ നമ്മള് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഭാസ്കരനെ പോലെ ഡിക്റ്റേറ്റർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും പബ്ലിഷ് ചെയ്യും. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കേട്ടോ. ഇപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പിൽ അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ പോലും നമ്മളെ കൂടെ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ അവർക്ക് എല്ലാം പൈസയുടെ കണക്ക് പോലും ആരാണോ പൈസ തരുന്ന ആ പൈസയുടെ കണക്ക് പോലും ഞങ്ങൾ ഈ ഗ്രൂപ്പിലിടും. തൽക്കാലം നമ്മൾ ചോദിക്കുന്നത്
ഇതുവരെ നമ്മൾ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ഞങ്ങൾ 5,000 എല്ലായിടത്തും നമ്മൾ എടുത്തിട്ട് ഇട്ടത്. അതുപോലെ അത് മതി. സെക്കൻഡ് കോൺട്രിബ്യൂഷൻ ഇനി ആ ഫസ്റ്റ് ആൾക്കാർ സജിത് സാറേ, ഞാൻ ഉൾപ്പെടെ ചിലര് 5,000 എത്തിയിട്ടില്ല, ഞാൻ ഉൾപ്പെടെ. അത് ആ ബാക്കി കൂടി ഇടുക, കൊടുക്കുക. അത് മതി തൽക്കാലം. അതിനുശേഷം നമ്മൾ പറയും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ സ്റ്റെപ്പ് നമ്മൾ പറയും. ആ സമയത്ത് നമുക്കിപ്പോ എല്ലാം നമുക്ക് കോൺടാക്ട് ചെയ്യാലോ, എപ്പോ വേണമെങ്കിൽ ആരും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. ശരി. ഇനി അടുത്ത പോയിന്റ് എന്താണ് നമുക്ക് തീരുമാനിക്കാനുള്ളത്? അടുത്ത പോയിന്റ് മിക്കവാറും ഞങ്ങള് സെപ്റ്റംബർ മുതൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മിക്കവാറും ഈ പൈസ നിങ്ങളെ കയ്യിൽ വെച്ചാലും ചിലപ്പം നമുക്ക് മെയിൻ്റെനൻസ് വേണ്ടി നമുക്ക് ആ 2005 ഞങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ ഒരു പുതിയ അക്കൗണ്ട്, ഒരു ജോയിന്റ് അക്കൗണ്ട്, 2 പേരെ ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തൽക്കാലം തുടങ്ങാം. എന്നിട്ട് അസോസിയേഷൻ ആയാല് ഈ ഫണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് മാറ്റും. ഈ ഫണ്ടിന്റെ കണക്കും ഞങ്ങൾ ഓൾറെഡി എല്ലാം വെച്ചിട്ടുണ്ട്. ഡേ 1 മുതൽ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഇപ്പൊ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എങ്കിൽ ഈ അസോസിയേഷൻ ഒന്നോ 1-2 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 മന്ത്സിനകത്ത് പുതിയൊരു കമ്മിറ്റി, ഫോർമൽ കമ്മിറ്റി വരികയാണെങ്കിൽ എന്നാൽ അങ്ങനെ പക്ഷേ ചില ആൾക്കാർ പറയുന്നത് നമ്മളെ കയ്യിൽ വെക്കുന്നേക്കാളും നിങ്ങൾ അത് ആ മാസം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധ്യത കഴിഞ്ഞു പറഞ്ഞു. അത് പറയുന്നത് ആൾക്കാർ അല്ല. അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ അക്കൗണ്ട് തുടങ്ങി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാസ്കരൻ കൊണ്ട് അടുത്ത കേസ് ഫയൽ ചെയ്യും. ഈ ആരൊക്കെ 2 പേരുടെ പേര് അതെ വ്യക്തിപരമായ വ്യക്തിപരമായി ക്യാഷ് കളക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഒഫൻസ് ആണ്. ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാൽ ജോയിന്റ് അക്കൗണ്ട് കേസ് ഫയൽ ചെയ്യും ഭാസ്കരൻ കൊണ്ട്. അവരുടെ ഇത് കമ്മിറ്റി ഇപ്പൊ നിലവിൽ ഭാസ്കരൻ അറിയാൻ പോകുന്നത് അതൊക്കെ അറിയാനുള്ള അസോസിയേഷന്റെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാലേ ഉള്ളൂ. അസോസിയേഷന്റെ പൈസയാണെന്നോ വേറെ എന്ത് പൈസയാണെന്നോ ആർക്കും പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും പേർക്ക് മാത്രമല്ലേ അറിയുന്നുള്ളൂ ഞങ്ങൾ അസോസിയേഷന്റെ പൈസയാണ് ആന്റി രതിന്റെ അക്കൗണ്ടിലേക്ക് കളക്ട് ആയി വരുന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഇതിന്റെ കയ്യിൽ വെച്ച് ഒരുപാട് കൂടിപ്പോകുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ ഓൺവേർഡ്സ് നമുക്ക് അങ്ങ് പിന്നെ അഡ്വക്കേറ്റും പറഞ്ഞത് നിങ്ങൾ അങ്ങ് ഒരു ജോയിന്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ജോയിന്റ് അക്കൗണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അത് ചിലപ്പോൾ വിശ്വാസവും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു 2-3 പേരുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അങ്ങ് കളക്ട് ചെയ്ത് തുടങ്ങിക്കോ. എന്നിട്ട് നമ്മുടെ അസോസിയേഷൻ ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് മാറ്റാം. ഇപ്പം ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ അപ്പോഴേ എല്ലാവർക്കും ഒരു വിശ്വാസം വരുന്ന രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോയില്ല. അല്ലാതെ പലരും ഇപ്പോഴും ഞങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ട്, ഞങ്ങളെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിന്നില്ലെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയും മെയിൻ്റെനൻസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. നമ്മൾ ഒരു 4 മാസം 5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 5 മാസത്തെ പൈസയും ഓൾറെഡി ഭാസ്കരന് പോയി കഴിഞ്ഞു. അപ്പൊ നമുക്കും ഒരു വിശ്വാസം വേണം, നമുക്ക് സെപ്റ്റംബർ ഓൺവേഴ്സ് നമുക്ക് പൈസ കിട്ടണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ 2 പേര് രതി ആൻഡ് ശോധ, ഈ 2 പേരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ സമ്മതിക്കുന്നു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. എന്റെ അഭിപ്രായത്തിൽ നാളെ മുതൽ തുടങ്ങട്ടെ, പോരെ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജോയിന്റ് അക്കൗണ്ട് വേണമെന്നുള്ളതാണ്. ഒരാളുടെ പേരിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയാൽ പോരെ? നമുക്ക് പൈസ ഒരു ഇഷ്യൂ ആവരുത്. പറയാം, നാളെ ഇനി ഭാസ്കറിന് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റരുത്. ഭാസ്കരനെ പേടിച്ചാണെങ്കിൽ തീരുമാനം 3 സാറേ, അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റും. ലീഗലായിട്ട് എല്ലാവർക്കും ഒരുപോലെയാണ്. ഞങ്ങൾക്ക് അറിയാം.
സാറേ അത് കുഴപ്പമില്ല. സാർ ഇപ്പൊ പേഴ്സണൽ ആയിട്ട് അവർക്ക് ഇവിടെ എടുക്കാം. സാറേ അയാൾക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അയാൾ മെയിന്റനൻസ് കൊടുക്കാത്ത അത്രയും വലിയൊരു കാര്യത്തിനെതിരെ അയാൾ കൊടുക്കൂലായിരുന്നോ? അതിൽ വേറെ അയാൾ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? കാര്യങ്ങളുണ്ട്, അത് കൊടുക്കാത്തതിൽ വേറെ കാര്യങ്ങൾ. അതുപോലെയല്ല, ഇപ്പൊ നിങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ഒരു കൗണ്ടർ കേസ് ഇതുപോലെ ഇതായിട്ട് നിങ്ങൾ പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അഡ്വക്കേറ്റിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, പിന്നെ പുള്ളിയും പറഞ്ഞത് അയാൾ കൊടുക്കട്ടെ, നമുക്ക് അതിന് എഗൻസ്റ്റ് ആയിട്ട് കൊടുക്കാം, നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മളോട് അഡ്വക്കേറ്റ് തന്നെ ഇന്ന് അഡ്വൈസ് ചെയ്ത കാര്യമാണിത്. നമ്മള് ഒരു പിന്നെ ലീഗൽ ഒരു അഡ്വൈസ് എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മളൊരു ഓഫ് ഹാൻഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല. പുള്ളി തന്നെ അഡ്വൈസ് ചെയ്തതാണ് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഇമീഡിയറ്റ് ആയിട്ട് ഒരു അസോസിയേഷൻ, ഈ പറഞ്ഞ പോലെ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുക, അതിലേക്ക് ക്യാഷ് കളക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വിത്തിൻ 1 month നമ്മൾ പുതിയൊരു അസോസിയേഷൻ എന്തായാലും കേരള അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആക്ട് പ്രകാരമുള്ള ഒരു അസോസിയേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിന് എഗൻസ്റ്റ് ആയിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാനും പറ്റൂല. കാരണം ഇപ്പോൾ ഉള്ള ഒരു പിന്നെ നിലവിലുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ കൊച്ചിനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആക്ട് അനുസരിച്ച് വേറെ നമുക്കൊരു സംഭവം തുടങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു തീരുമാനം 3, നമ്മുടെ ഡിസിഷൻ 3, തേർഡ് ഡിസിഷൻ, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ആസ് എ ജോയിന്റ് അക്കൗണ്ട്. ശ്വേത ആൻഡ് രതി ഈസ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. ഇല്ല, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. സംശയങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ പോരെ. ഓക്കെ, 3 കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ് എന്താണ്? പറയും. ഈ നാളെ തന്നെ അക്കൗണ്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ മാസം കൊടുക്കാത്തവരെ നാളെ തന്നെ കളക്ട് ചെയ്ത് തുടങ്ങാം നമുക്ക്. അതായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യാം, നോ ഇഷ്യൂസ്. അടുത്ത പോയിന്റ് പറയും. ഇനി എന്താ തീരുമാനം വേണ്ടത്? അതായത് നിങ്ങൾ ഇപ്പോ ഈ ഗ്രൂപ്പ് ഉണ്ട്, ഈ ഗ്രൂപ്പിന് സ്മൂത്ത് ആയിട്ട് നാളെ അഡ്വക്കേറ്റിനെ കാണാനും നാളെ ഈ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? അടുത്തത് എന്താണ് പോയിന്റ് വേണ്ടത്? നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് അടുത്ത് വേണ്ടത്? ഉണ്ടോ? ഐഡിയ ഉണ്ടോ? വേണ്ട സാർ, നമുക്ക് ഈ ഒരു ഭൂരിപക്ഷമാണ് നമുക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് വേണ്ടിയിരുന്നത്. നമുക്കിപ്പോ 35 ആയി. നിങ്ങൾക്ക് അതെ തൽക്കാലം ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അത്യാവശ്യം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളായി എന്ന് നിങ്ങൾ പറയുന്നു, ശരിയാണോ? അപ്പൊ 35 നമുക്കിപ്പോ ഒരു നല്ലൊരു മെജോറിറ്റി തന്നെയാണ്. ഇനിയും ആൾക്കാരെ നമുക്ക് കൂട്ടാൻ പറ്റിയാൽ നല്ലത്. ആരെങ്കിലും ഒക്കെ അവരവരുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാരോട് സംസാരിച്ച്, കാരണം നിങ്ങൾക്കൊക്കെ ആകുമ്പോ പലരെയും അറിയായിരിക്കുമല്ലോ, പലരും നേരത്തെ ഉള്ളവരെ കോൺടാക്ട് ഉണ്ടാവുമല്ലോ. ശരി, ആയിക്കോട്ടെ. ഇനി നിങ്ങൾ നമ്മുടെ ഈ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ഇപ്പം ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, സജഷൻ പറയുന്നില്ല. പ്രസിഡന്റ് ആവാം, സെക്രട്ടറി ആവാം, കൺവീനർ ആവാം, ജോയിന്റ് കൺവീനർ, ഹൂ എവർ. അത് നിങ്ങൾ 5 പേരും കൂടി ചേർന്ന് അറിയിക്കുമെന്നാണ് ഇപ്പം നമ്മളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എത്ര ദിവസം വേണം നിങ്ങൾക്ക് അങ്ങനെ അറിയിക്കാൻ? സാർ, അതൊരു നമ്മളൊരു പിന്നെ ലീഗലി ബേസ് ഉള്ള ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ട് പോരെ? അല്ല, പ്രസിഡന്റും സെക്രട്ടറിയും. ഞാൻ പറഞ്ഞത് നമ്മൾ നാളെ ഞങ്ങളെ വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ വിളിച്ചു കൂട്ടുമ്പോഴേക്കും ആ വിളിച്ചു കൂട്ടാൻ ഒരാളുടെ ലേബലിൽ മീൻസ് ഒരു കൺവീനർ, ഹൂവർ, നിങ്ങൾ 5 പേര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ ഒരു കാലത്ത് നിങ്ങൾ 5 പേരിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 5 പേരും കൂടി ഞങ്ങൾക്ക് 5 ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ ഹൗ ടു വി കൻ ആക്ട്? അതുകൊണ്ട് പാടില്ല. നോ, വി ഷുഡ് ബി ഇൻ എ ക്ലിയർ പൊസിഷൻ. നോ. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം, ഇപ്പോൾ നിങ്ങൾ 5 പേരിൽ നിന്ന് ഒരാളെ എടുക്കുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും, ഹാപ്പി മൂഡായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ഇപ്പൊ ഇവിടെ ഒരു അഭിപ്രായം വന്നു, അവർ 5 പേരും കൂടി തീരുമാനിച്ചിട്ട് ഒരാളെ പറയട്ടെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, സജഷൻ ഈസ് ഓക്കെ. എങ്കിൽ നിങ്ങൾ എത്ര, കാരണം അവരുടെ കൺസെന്റോടെ. ഇനി മറ്റൊരു കാര്യം കൂടി, ഇതിന്റെ ഓരോ കാര്യങ്ങളും ആ കൺവീനറോ അല്ലെങ്കിൽ നിങ്ങൾ 5 പേരും ഉണ്ട്, 5 പേരിൽ ആർക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം, അതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ഒരു മീറ്റിങ്ങിന് ഈ ഒരു കൺവീനർ വിളിച്ചു കൂട്ടുന്നതല്ലേ ഭംഗി? അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പറ്റുമോ, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ, നോ ഇഷ്യൂസ്. ശരി, ആയിക്കോട്ടെ. ലിങ്ക് അയച്ചാൽ മതിയല്ലോ. അല്ല മാഡം, ലിങ്കിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മൾ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടണ്ടേ? നമ്മളിപ്പോ ഒരു കമ്മിറ്റി ആണിത്, അല്ലേ? കമ്മിറ്റി അല്ലേ? ഒരാള് അതിന്റെ ഒരു തലപ്പത്ത് ഒരാള് ഒരു പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണം. തീർച്ചയായിട്ടും വേണം. അവരെ ഹെൽപ്പ് ചെയ്യാൻ ഈ 5 പേരുണ്ട്. ഈ 5 പേരെയും, സോറി 4 പേര്, ബാക്കി 4 പേരുണ്ട്.
ഈ അഞ്ചു പേരെയും കൂടി ചേർത്ത് പിടിക്കാൻ നമ്മൾ ഈ 35 പേരോ അല്ലെങ്കിൽ വാട്ടവർ 40 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 61 അല്ല സോറി ഒരാളെ മാറ്റി 60 ആയിക്കോട്ടെ ആഗ്രഹമാണ്. അപ്പൊ അത് പറ്റുകയാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഒരു പെൻഡിങ് നിങ്ങൾ പിന്നീട് പോകുന്ന കണക്ക് തന്നെ സേത ആയിക്കോട്ടെ, സേതയും പിന്നെ രതിയും കൂടെ സപ്പോർട്ടായി നിൽക്കട്ടെ, അങ്ങനെ തന്നെ പോയിക്കോട്ടെ. ശ്വേത വിൽ കൺവീൻ ദി മീറ്റിംഗ്. ഓക്കെ 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 കഴിഞ്ഞില്ലേ? നിങ്ങൾ എല്ലാരും പിന്നെ ഒട്ടും പുറകിലല്ലാതെ തോളോട് തോള് ചേർന്ന് തന്നെ ഉണ്ട് എന്ത് കാര്യത്തിനും. ഓക്കെ ശരി. ഇനി വീണ്ടും ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഒരാള് എന്താ ടീം ലീഡർ ചെയ്യാൻ ഒരു ആളായി, ഒരു ടീമായി, ആ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വലിയ ഒരു ടീമായി. ഓക്കെ, നമ്മളിപ്പോൾ 35 പേര് 40 പേരായി. ഇനി നാളെ മുതൽ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ ഇനിയുള്ള ഫണ്ടിന്റെ കാര്യം ഇപ്പൊ നമ്മൾ സംസാരിച്ചു. അവിടെ ഒരു ചെറിയ ബാലൻസ് ഉണ്ട്. ഇനി ഞാൻ ഉൾപ്പെടെ ഉള്ളവര്, ഞാനൊരു 2000 മിനിമം നമ്മൾ പറയുന്നതിൽ 2000 ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വ്യക്തിയാണ്. അത് മുതൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുണ്ട്. ഇനി അടുത്തിനി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പിലേക്ക് പോകാം. അതാണ് ഞാൻ ചോദിച്ചത്. വിത്തിൻ ഒരു 3-4 ഡേയ്സിനുള്ളിൽ അഡ്വക്കേറ്റ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ്സ് പറഞ്ഞു തരും. ഏത് അപ്പം ബൈലോന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അത് വന്ന ഉടനെ ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോസ്റ്റ് ചെയ്യും എല്ലാവർക്കും. ഇന്നുമായിട്ട് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം നമ്മൾ മുന്നോട്ടേക്ക് പോകും. ശരി, വെരി ഗുഡ്. പിന്നെ ഇനി ഇൻ കേസ് നമുക്ക് അങ്ങനെ മീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും സൗകര്യത്തെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാം, കുഴപ്പമില്ല. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർ ഫർദർ കോൺട്രിബ്യൂഷൻ തൽക്കാലം ചെയ്തിട്ട് കുഴപ്പമില്ല. ഇനി അതെ, അവസാനിക്കുന്നതിന് മുമ്പേ അവസാനിച്ചില്ല, ഞാൻ പറയണ ഇനി ഒരു പോയിന്റും കൂടി. നിങ്ങൾ അവിടെ താമസിക്കുന്ന എന്റെ ടെനന്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഡിഫിക്കൽറ്റിയിൽ ഇപ്പൊ മറ്റു ആർക്ക് പറഞ്ഞതുപോലെ അവിടെ ഇപ്പോ ഈ ഇലക്ട്രിക്കലിന്റെ ഇഷ്യൂ സപ്പോസ് ഇപ്പൊ ഈ ഒരാഴ്ചയ്ക്ക് വെച്ച് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം നമ്മൾ എടുക്കേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ എന്തെങ്കിലും സജഷൻസ്, അല്ലെങ്കിൽ ലിഫ്റ്റ് വീണ്ടും ഇവിടെ ലിഫ്റ്റ് ഇപ്പോ അന്നത്തെ പോലെ പ്രോബ്ലം ആയി കഴിഞ്ഞാൽ എന്തായിരിക്കണം നിങ്ങൾ? അവരാരും മെയിൻറ്റെയിൻ മൈൻഡ് ചെയ്യുന്നില്ല, മീൻസ് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അന്നൊരു കറണ്ടിന്റെ ഇതിൽ നിങ്ങൾ എല്ലാവരും കിടന്ന് പാനിക് ആവുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു 24 hours പ്ലസ് 24 hours അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ഒരു എന്താ പറയുക മുൻകൂട്ടിയുള്ള ഒരു ഇങ്ങനെയുള്ള ഈ വലിയൊരു ക്രൂഷ്യൽ ഏതെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ക്രൂഷ്യൽ ലിഫ്റ്റ്, ഈ ഇലക്ട്രിസിറ്റി, ഇത് രണ്ടുമായിട്ടാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടിലേതെങ്കിലും പെട്ടെന്ന് ഇപ്പൊ നാളെ ബൈ ചാൻസിൽ നാളെയാണ് അവിടെ ഡിസ്കണക്ഷനോ പൊട്ടിത്തെറിയോ വന്നു കഴിഞ്ഞാൽ, പൊട്ടിത്തെറി വരാൻ പാടില്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് വരാൻ പാടില്ല, സോറി. പക്ഷെ ഞാൻ പറയുന്നത് അത് പണിമുടക്കുകയാണ്, ഇലക്ട്രിസിറ്റി പണിമുടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് എടുക്കാനുള്ള ഒരു സംഗതി? അതിപ്പോ നമ്മൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിനുള്ള പ്രഷറൈസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്ത് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, കാര്യങ്ങൾ അറിയാമല്ലോ. അതെല്ലാം അങ്ങ് ചെയ്തോളൂ. സെക്കൻഡ്ലി അതിനുള്ള ഒരു അനുമതി അങ്ങ് തരികയാണ് ഞാൻ തരികയാണ്. ഇൻഡിവിജ്വൽ കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ അങ്ങ് ഇനി ഇതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. കാരണം നിങ്ങൾ പോയിന്റ് ഞാൻ പറയുകയാണ്, നിങ്ങൾ അത് എടുക്കുക. എന്താണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ 5 പേർക്കും കൂടി എടുക്കുക. 5 പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പ കിട്ടുന്ന അവരുമായിട്ട്, അതായത് അവൈലബിൾ ആൾക്കാരെ നിങ്ങൾ കൂട്ടിയിട്ട് ഫിസിക്കലി കൂട്ടിയിട്ട് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക. അതെല്ലാം ഞങ്ങൾ റെഗുലൈസ് ചെയ്തു തരും എന്നാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ കേസ്, നിങ്ങളെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടെനന്റിന് എന്താവശ്യം ഏത് സമയത്തും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളാൻ പറ. ഒന്നുകിൽ എന്നെ സേതയെ വിളിച്ചോ, അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല. ധൈര്യമായി ഞങ്ങൾ പറഞ്ഞേക്കാം. അപ്പൊ അതായത് നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പാർട്ട്മെന്റിന്റെ ഇഷ്യൂ മാത്രമല്ല, അവർക്ക് വേറെ എന്ത് ഇഷ്യൂ, ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഹോസ്പിറ്റലിൽ പോകാനോ, തീർച്ചയായിട്ടും നമ്മൾ ഈ 35 പേരെ കൂടിയിരിക്കുന്ന നമ്മൾ 35 പേരും ഞങ്ങളുടെ എല്ലാ ഈ ആസ്തി മൊത്തം നിങ്ങളെ തൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള കാര്യങ്ങളും ഒന്ന് ചെയ്യാനുള്ള അതായത് പോസിറ്റീവായിട്ടുള്ളത് ചെയ്യാനുള്ള എന്നാണ് എന്റെ അഭിപ്രായം. അതിലെന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും പറയണം കേട്ടോ. അത് വേണ്ടി ഇപ്പം അഥവാ ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഗ്രൂപ്പ് ഓപ്പൺ ആണ്. ഗ്രൂപ്പ് ഓപ്പൺ ആണ്. ഗ്രൂപ്പിൽ എപ്പോ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ പോസിറ്റീവായി കാണും. നമ്മൾ അവരോട് അഭിപ്രായം ചോദിക്കും. അവർ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഞങ്ങളല്ല അവിടെ ഇനി ഞങ്ങളല്ല നമ്മൾ
നമ്മളെ ഞങ്ങൾ നമ്മൾ അങ്ങനെ പറയാം സാർ. നമ്മൾ കണ്ണൂരുകാർ അങ്ങനെ പറയാം. ഇതുവരെ നിങ്ങളായിരുന്നു. ഞങ്ങൾ കണ്ണൂരുകാർ അങ്ങനെ പറയാം. ഇതുവരെ നിങ്ങളായിരുന്നു, ഇനി നമ്മളാ. അല്ലല്ല, ഞങ്ങൾ കണ്ണൂരുകാർ അങ്ങനെ പറയാം. അങ്ങനെ സോറി. ഓക്കെ സോറി. ഞങ്ങള് തിരുവനന്തപുരംകാര് അതില് തിരുവനന്തപുരത്തിന് ചെറിയൊരു വ്യത്യാസം വരും. ഓക്കെ, ആയിക്കോട്ടെ. ഞാനിപ്പോ നോക്കിയപ്പോഴേ ഒരു കുറെ പേര് ദുബായ് അവിടെ നിന്നൊക്കെ ഉള്ളവരുണ്ട്. അപ്പം അവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ ജനറൽ ബോഡി കൂടുമ്പം. അപ്പൊ പ്രോക്സി അതിലുള്ള എന്താന്ന് വെച്ചാ ചെയ്യുക. അതിനുള്ള ഈ കമ്മിറ്റി നമ്മളെ റിപ്പോർട്ട് ചെയ്യിക്കും. എല്ലാം ഇമ്മീഡിയറ്റ് എങ്ങനെ അറിയിക്കും, എല്ലാം അറിയിച്ചു തരും. ഒന്നുകൊണ്ട് പഠിക്കാൻ നിങ്ങള് ധൈര്യമായിട്ട്. എല്ലാരും ഇനി എന്തുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആണ്. ഭാസ്കരന്മാര് ഒരു ലെറ്റർ എഴുതി ഡോർ ടു ഡോർ ഇടലല്ല. ഇതുമായി ഓപ്പൺ ഗ്രൂപ്പിൽ നമ്മളെല്ലാം ചെയ്യും കാര്യങ്ങള്. നമുക്ക് നിങ്ങളെ സപ്പോർട്ടേ വേണ്ടു, ബാക്കിൽ നിന്ന് അതേ നമുക്ക് വേണ്ടു. ഈ 35, 34 ഇന്ന് 34 ആൾക്കാർ നമ്മളെ കൂടെ കട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ ആൾക്കാരെ കൊണ്ട് 10 പേരെ കൊണ്ടുവരാൻ പോവാ. നാളെയും നമ്മൾ ഇവിടെ ഉള്ള അസോസിയേഷൻ ഭാരവാഹികളെ കാണാൻ പോവാണ്. അവര് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഏർപ്പെടാം. രാജിവെപ്പിച്ച് കൊണ്ടുവരും കേട്ടോ. അല്ലാണ്ട് വരുന്നത് പറഞ്ഞില്ല. രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എടുക്കുള്ളൂ. കേസിൽ അവരെയും കൂടെ കക്ഷി ചേർക്കുക എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവരെല്ലാം രാജിവെച്ച് വന്നോളൂ. അത് തന്നെ നാളെ ചെയ്യാൻ പോകുന്നു. ശരി, തൽക്കാലം എന്തെങ്കിലും ഉണ്ടോ ഇനിയും? പറഞ്ഞു കേട്ട് രാമൻ സാറൊന്നും പറയാണ്ടോ? ഇല്ല, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. സാറേ ഇതില് ശ്രീജിത്ത്, സോറി എനിക്ക് പേര് ശ്രീജിത്ത് എന്ന സജിത്ത്. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഈ 35 പേര് അല്ലെങ്കിൽ ഇനി അത് കൂടും. ഓക്കെ, 45 പേരാവട്ടെ 50 പേരാവട്ടെ ആയിക്കോട്ടെ. ഇതിൽ അവര് ഈ അഭിപ്രായം പോലും, ഞാനിപ്പോ താങ്കളെ തിരുത്തുകയല്ല പറയുന്നത്, അഭിപ്രായം പോലും ഒരാൾ പറയാനുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപേ അവർ പറയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ആരെയും പേരെടുത്ത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയം, എല്ലാവർക്കും ഈക്വൽ പാർട്ടാണ് ഇവിടെ ഉള്ളത്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞത് താങ്കളെ അല്ല, മറ്റുള്ളവരെ കൂടി പറയുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് മുൻകൂട്ടി പറയട്ടെ, അവർ സ്വയം പറയട്ടെ. നമ്മളായിട്ട് പുഷ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവര് വില്ലിങ് ആകുക എന്നാണ് എല്ലാവരും, നമ്മളീ വരുന്ന എല്ലാവരും. ഇപ്പൊ ഏതാണ്ട് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും പ്രമോദ് സർ റൈസ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെ, ഇങ്ങനെ പോട്ടെ. ഞാൻ ഒന്ന് പുറത്തു പോകാനായിരുന്നു. ശരി, ഓക്കെ. പറഞ്ഞോ. എനിക്ക് ഐ ഫീൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. കേൾക്കാമോ? I feel you are very much on the right track. Not you are, sir. We are. Yeah, okay. Correction accepted. Yes, thank you. സാറിന് ഞാൻ പറയാം, രാമൻ സാർ ഒരു ബേജാറുണ്ടായിരുന്നു, ഒരു പേടിയുണ്ടായിരുന്നു. പുള്ളി ഒറ്റക്ക് ആയതുകൊണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ആ പുള്ളിക്കൊരു ഈ ഭാസ്കരൻ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കുമോ. രാമൻ സാറെ എന്തുണ്ടെങ്കിലും സാറ് നമ്മളെ വിളിച്ചോളൂ. അതല്ല, ഇതിപ്പോ 2ാമത്തെ 3ാമത്തെ തവണയാണ് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. സോ ഐ വാസ് എ ബിറ്റ് സ്കെപ്റ്റിക്കൽ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ ഒരിക്കല് ഇത്രയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഫീഡ്ബാക്ക് പോലും ഇല്ലായിരുന്നു. Anyway, let us not go back to that. We are now on the right track. Let us persist. Sure. Okay, sir. അപ്പൊ ഇനി നമ്മളെ കിരൺ കൺക്ലൂഡ് ചെയ്യും. ബാക്കി നമുക്ക് ഓൺലൈനിൽ തന്നെ കാര്യങ്ങൾ ചാറ്റ് ചെയ്യാം. പറഞ്ഞോ. ഇത് ഔപചാരികമായിട്ടൊരു അവസാനിപ്പിക്കലാണ്. നേരത്തെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചിങ്ങ 1 ഇതൊരു പുതിയ ചിങ്ങ 1 മാത്രമല്ല, ഇതൊരു പുതിയ നൂറ്റാണ്ട് കൂടിയാണ്. പുതിയ നൂറ്റാണ്ടാണ്, അതൊരു പുതിയ ചുവടുവെപ്പാണ്. അപ്പൊ നമ്മള് ശ്രമിച്ചു നോക്കുകയാണ് നമ്മളൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പൊ അതിന് ആ ഒരു ചുവടുവെപ്പില് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റി വെച്ചിട്ട് ഇത്രയും നേരം നമുക്കായിട്ട് ചെലവഴിച്ചത് തന്നെ വലിയൊരു
പോസിറ്റീവായ കാര്യമാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നമുക്കല്ല വീണ്ടും ഞാൻ പങ്കെടുത്ത കറക്റ്റ് എല്ലാവരെയും ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തരായിട്ട് വേണ്ടി. അവരെ നന്ദി ഞങ്ങൾ ശരി. അറിയിക്കുകയാണ്. ഓക്കെ. പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു. എല്ലാത്തിനും കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തോടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, താങ്ക് യു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. Thank you so much. ഓക്കെ. Thank you all. Thank you so much.